ഹസ്ബൻഡ് സിന്തേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, ക്വാളിറ്റി മാനേജർ ആണ്. ഓക്കെ ഓക്കെ. നല്ലപോലെ വരയ്ക്കുന്ന ഒരു രമേഷ് ജി ഉണ്ട്. അപ്പൊ ഞാൻ അതാന്ന് പെട്ടെന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന്റെ മകനും നല്ലപോലെ വരയ്ക്കും. അല്ല, ചില പേര് കാണുമ്പോ പെട്ടെന്ന് അവരെ ഓർമ്മ വരും, അതാ ചോദിച്ചു. ഓക്കെ ഫൈൻ. ഓക്കെ, എനിത്തിങ് എൽസ് ലൈക്ക് പ്രയർ മാത്രമേ കഴിഞ്ഞുള്ളൂ? യു ഹാവ് മെനി അതർ ഓപ്ഷൻസ് thought for the day. It's your opportunities. Please use the opportunities. ഞാൻ പറയാം. Good afternoon, Miss. Man needs difficulties in life because they are necessary to enjoy success. മനുഷ്യൻ തന്റെ ജീവിതത്തില് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടതുണ്ട്, കാരണം അതിലൂടെ മാത്രമേ വിജയത്തിന്റെ യഥാർത്ഥ വില മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബുദ്ധിമുട്ടുകൾ നമ്മെ ശക്തരാക്കുകയും അതുപോലെ തന്നെ നന്നായിട്ട് പഠിപ്പിക്കുകയും വിജയത്തിന്റെ സന്തോഷം ആഴമായിട്ട് അനുഭവിക്കാൻ നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ വിജയത്തിനുള്ള ഒരു വിജയത്തിന് ആവശ്യമാണ്. താങ്ക് യു മാം. Okay, anything else? Only 17. Yes, yes. നിങ്ങളുടെ ബാച്ചിൽ എത്ര പേരുണ്ട് ടോട്ടൽ? ടോട്ടൽ 100 പേരിലൊക്കെ മേലുണ്ട്. പക്ഷെ ലൈവ് ക്ലാസ്സിൽ പിന്നെ പല റെക്കോർഡ് ക്ലാസ്സൊക്കെ കാണുന്ന പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു. പിന്നെ യാത്രകളിലൊക്കെ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ആളെ കുറഞ്ഞു കാണുമ്പോ നമുക്ക് ആകെ ഒരു ഡൗട്ടാണ്, ഇങ്ങനെ ഒഴിഞ്ഞു പോയോ, ഡിസ്കണ്ടിന്യൂ ചെയ്തോ, അങ്ങനെയൊക്കെ. ഷെഡ്യൂൾ ടൈം അറിയില്ലേ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. വെക്കേഷനായ പൊതുവെ കയറാനൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടാവുമല്ലോ. റെക്കോർഡ് ക്ലാസ് അവരോട് ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കേൾക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാല് പലരും ഇപ്പോ 3 ബാച്ചിന്റെ വൈവ കഴിയുമ്പോ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, റെക്കോർഡ് ക്ലാസ് കാണാത്തവര് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ നമുക്കറിയാം, പല പല കാര്യങ്ങൾ ഉണ്ടാകും, ആ സമയത്ത് ജോലിയുള്ളവരുണ്ടാകും. അപ്പോ റെക്കോർഡ് ക്ലാസ് പക്ഷെ എന്നിട്ടും റെക്കോർഡ് ക്ലാസ് കാണുന്നില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പ് വൈവയ്ക്ക് വരുമ്പോഴാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം, അവരുടെ ഉള്ളിലേക്ക് മോണ്ടിസോറി മെത്തേഡ് ഇറങ്ങിയിട്ടില്ല. നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ് നിങ്ങൾക്ക് വരുന്നതേ ഉള്ളൂ. അതെല്ലാം മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അവിടെ കുട്ടികൾ വരുമ്പോ ഇനീഷ്യലി അവർ വരുമ്പോ അവർക്ക് ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും. ഒരു വയലന്റ് നേച്ചർ ഉള്ളവരുണ്ടാവും, അജിറ്റേറ്റിംഗ് ക്യാരക്ടേഴ്സ് ആയിരിക്കും, പിന്നെ ഡിസ്റ്റർബിങ് ക്യാരക്ടർ, അതുപോലെ തന്നെ ഡിസ്ട്രോയിങ് നേച്ചർ, കൈ കിട്ടുന്നതൊക്കെ വലിച്ചെറിയുക, നശിപ്പിക്കുക, ആ ഒരു രീതിയിൽ. മേ ബി ഹൈജീൻ അതൊക്കെ വളരെ ലോ ആയിട്ടും, പിന്നെ ഈവൻ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഭയങ്കര വ്യത്യാസമായിട്ടൊക്കെ വരുന്ന കുട്ടികളായിരിക്കും ആദ്യം വരുന്നത്. അവർ ആ എൻവയോൺമെന്റിലൂടെ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് വെച്ചിട്ട് ആക്ടിവിറ്റീസ് ചെയ്ത് അവര് നോർമലൈസ്ഡ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് ആകുകയാണ് ചെയ്യുന്നത്. മറിയ മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ നോർമലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ്, ഏറ്റവും ടോപ്പിലുള്ളത്, എല്ലാത്തിലും ഫസ്റ്റ് വരുന്നത്, അങ്ങനെയല്ല. നോർമലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ ചെയ്യുന്ന ആക്ടിവിറ്റി വളരെ അറ്റൻഷനോട് കൂടിയും കോൺസെൻട്രേഷനോട് കൂടി ചെയ്യുകയും അവന്റെ കാര്യങ്ങൾ ഇൻഡിപെൻഡന്റ്, അവന് ആ ഒരു ഏജില് സ്വയം ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുകയും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുകയും മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന കുട്ടിയാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റില് നോർമലൈസ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലേക്കും ഈ മെത്തേഡ് വരുമ്പോ നമ്മൾ എല്ലാവരിലും, ഞാൻ ഉൾപ്പെടെ, പല പല മാറ്റങ്ങൾ വരുന്നു. നമ്മളും ഈ നോർമലൈസ്ഡ് ആവുകയാണ്. അതിന്റെ മീനിങ് എന്താ? മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ തന്നെ നമ്മളുടെ കാര്യങ്ങള്, നമ്മളുടെ പൊട്ടൻഷ്യൽ പുറത്തേക്ക് എടുത്ത് നമ്മൾ ചെയ്യുന്നു. അതാണ് മീനിങ്. വൈവയ്ക്ക് വരുമ്പോൾ കാണുന്നത് എന്താന്ന് വെച്ചാൽ, പലരും കൊടുത്തിരിക്കുന്ന വർക്കുകൾ ചെയ്തിട്ടുണ്ടാവില്ല. അസൈൻമെന്റ്, റിപ്പോർട്ട്സ്, സർവേ, റെക്കോർഡ്, പിന്നെ ചില ടീച്ചിങ് മെറ്റീരിയൽസ് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഒന്നുമില്ലെങ്കിൽ ഇതിന്റെ ടൈം ആകാറാകുമ്പോഴേക്കും ക്ലാസ്സിലെ മറ്റുള്ളവർക്ക് മെസ്സേജ് അയക്കും, എഴുതി വെച്ചിരിക്കുന്നത് ഫോട്ടോ എടുത്ത് അയച്ചു തരും, ജസ്റ്റ് കോപ്പി ചെയ്യാനായിട്ട്. ആ പരിപാടി പറ്റില്ല. വൈവ 10 മിനിറ്റ്സ് ആണെങ്കിലും നമ്മൾക്ക് മനസ്സിലാകും തന്നെ ചെയ്തതാണോ അതോ വേറെ ആരെങ്കിലും ഹെൽപ്പ് മീൻസ് അങ്ങനെ ചെയ്തതാണ്. നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ, അതായത് മെറ്റീരിയൽസ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുമായിട്ട്
ചോദിച്ച് അവരുടെ ഹെൽപ്പ് നമുക്ക് എടുക്കാം. അതെന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പാണ്. കുഞ്ഞുങ്ങൾ നമ്മൾ ഹെൽപ്പ് ചെയ്യും, അത് അവർക്കും നല്ലതാണ്. ലൈഫ് പാർട്ട്നേഴ്സ് ഹെൽപ്പ് ചെയ്യും, വീട്ടിലുള്ള ബാക്കിയുള്ളവര് ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻലോസ് ഹെൽപ്പ് ചെയ്യുന്നത്, പാരന്റ്സ്, സിബ്ലിങ്സ് ഹെൽപ്പ് ചെയ്യുന്നത്, ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യുന്നത്, ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യുന്നത്, മീൻസ് ഇത് അറിയാവുന്ന വരയ്ക്കാൻ അറിയുന്നവർ, അങ്ങനെയൊക്കെ. പക്ഷെ അതിന്റെ അർത്ഥം നമ്മള് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതല്ല. അവിടെ നിങ്ങളൊരു മ്യൂച്വൽ ഹെൽപ്പ്, നിങ്ങളുടെ ഫാമിലിയിലെ നിങ്ങളുടെ റെസിപ്രോക്കൽ ഹെൽപ്പ് അതെടുക്കുന്നു, അതിന് പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നു. പിന്നെ കറക്റ്റ് ടൈമിൽ വൈവയ്ക്ക് വരാതിരിക്കുക, നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ ഇൻഫോം ചെയ്യാനും പറയും, പക്ഷെ അതും ഇൻഫോം ചെയ്യില്ല. 10 മിനിറ്റ്സ് നമുക്കിപ്പോ വരും എന്ന് വിചാരിച്ച് നമ്മൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അപ്പൊ ഒരു ദിവസം ഒരാളെ അല്ല വൈവ ചെയ്യുന്ന, 10-12 പേരെയൊക്കെ വൈവ ചെയ്യും. അപ്പൊ വരുന്ന ആൾക്ക് 10 മിനിറ്റ്സേ ഉണ്ടാവുള്ളൂ. പക്ഷെ വൈവയ്ക്ക് ഇരിക്കുന്ന ട്രെയിനർക്ക് അത് 10 മിനിറ്റ്സ് അല്ല, മേ ബി 2 hours ഒക്കെ ആയിരിക്കും ഇങ്ങനെ ഇരിക്കുക. ക്ലാസ് എടുക്കുന്ന പോലെയല്ലല്ലോ. ഓരോ കുട്ടിയോട് നമ്മൾ ഫ്രഷ് മൈൻഡ് ആയിട്ട് വേണം ചോദിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് കരുതി നമ്മൾ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തത്, ക്ലാസ്സിൽ പറ്റുന്നവർ ആ ക്ലാസ് ടൈമിൽ തന്നെ കയറുക, അല്ലാത്തവര് റെക്കോർഡ് ക്ലാസ് തീർച്ചയായിട്ടും കാണാം. ക്ലാസ്സിൽ കയറാതെ റെക്കോർഡ് ക്ലാസ് മാത്രം കയറുന്ന കുട്ടികളും നല്ല രീതിയിൽ തന്നെ വൈവ പ്രസന്റ് ചെയ്ത് പോവാറുണ്ട്. ചിലരെയൊക്കെ നമ്മൾ അങ്ങോട്ട് വിളിക്കും. ഇതൊരു ടീമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പൊ ഓഫീസിലുള്ളവരും നമ്മുടെ സ്റ്റാഫുകളും സപ്പോർട്ട് ചെയ്യും. നമ്മളുടെ ടീച്ചർമാർ ആ കുട്ടിക്ക് ആ ഒരു ടൈമിൽ പറ്റില്ലെങ്കിൽ നമ്മൾ ആ കുട്ടിക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈം നമ്മൾ അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ രാത്രി ആയാലും 10 മണി ആയാലും ഒക്കെ ചെയ്യും. ഒരു കുട്ടി ഉണ്ടായിരുന്നു ബാച്ചില്, കല്യാൺ സിൽക്സിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഇത്ര വലിയ ടെക്സ്റ്റൈൽ ഷോപ്പാണ്. അവിടെ നിന്ന് ഷോപ്പിന്റെ ടൈം കഴിഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുമ്പോ തന്നെ 9:30 ആകും. 9:30 ആകുമ്പോഴേ ആ കുട്ടി ഫ്രീ ആവുള്ളൂ. അപ്പൊ 10 മണിക്ക് രാത്രി വൈവ അതിന് കൊടുത്തിട്ടുണ്ട്. രാവിലെ അവർ കയറുകയും ചെയ്യും അല്ലെ. 8 മണിക്ക് മുമ്പ് അവർക്ക് അവിടെ കയറണം. അതിന്റെ ആ സമയത്ത് മൊബൈൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. മൊബൈൽ അവിടെ വാങ്ങിച്ചു വെക്കും. മൊബൈൽ അവർക്ക് യൂസ് ചെയ്യാനേ പറ്റില്ല. ഒരു ദിവസം ലീവ് എടുത്താൽ സാലറിയിൽ അത് ബാധിക്കും. അതുകൊണ്ട് 10 മണിക്ക് ശേഷമൊക്കെ നമ്മൾ രാത്രി വൈവ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എല്ലാവർക്കും 10 മണിക്ക് ശേഷം കിട്ടുന്നല്ല. ജെന്യുവിൻ റീസൺ ആണെങ്കിൽ നമ്മൾ ഒരു ഫ്ലെക്സിബിലിറ്റി ടൈമിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ എൻവയോൺമെന്റിലൂടെ കടന്നു പോയവര് ആ നോർമലൈസേഷനിലാകാത്തതാണ് ഒരു വിഷമം. അതിങ്ങനെ വരും. അതുകൊണ്ട് ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, പ്ലീസ് ഡു വാച്ച് റെക്കോർഡ് ക്ലാസ്. നിങ്ങൾ സ്കിപ്പ് ചെയ്തു കുറെയൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുവാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോ, നോ പ്രോബ്ലം. പക്ഷെ കോർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുക. പിന്നെ ക്ലാസ് റൂമിൽ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, എവറി ഡേ ക്ലാസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ബ്രീഫ് ചെയ്യുക. അപ്പൊ ക്ലാസ്സിൽ കയറാത്തവർക്കൊന്ന് ഹെൽപ്ഫുൾ ആയിരിക്കും. അതും കൂടെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഓക്കെ, മനസ്സിലായോ? കാര്യം മനസ്സിലായോ? നമ്മൾ ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റിലേക്ക്. മോണ്ടിസോറി മെത്തേഡ് അങ്ങനെയാണ്. മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകാതെ വേണം. സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അതാണ്. ഒരാള് വഴിയിൽ കിടന്ന്, അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ കുറെ ഫാമിലി താമസിക്കുന്ന അവിടെ വല്ലാതെ മദ്യപിച്ച് ബഹളം വെക്കുന്നു, അബ്യൂസീവ് വേർഡ്സ് പറയുന്നു, നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അല്ലെ. ദാറ്റ് മീൻസ് ആ ഒരു സൊസൈറ്റിക്ക് അയാൾ പ്രൊഡക്റ്റീവ് അല്ല. അയാൾ വളരെ മോശമായിട്ട് പെരുമാറുന്നു, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു. പിന്നെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ ബൈക്ക് ഓടിച്ചു പോവുക, ഭയങ്കര ശബ്ദത്തില് ഒച്ചത്തിൽ പാട്ട് വെക്കുക, ഡാൻസ് ചെയ്യുക, കൂകി വിളിക്കുക, അങ്ങനത്തെ ഒക്കെ ചില പരിപാടികളുണ്ടല്ലോ. അപ്പൊ എന്നുവെച്ചാൽ അവര് പറയുന്നത് എന്താ, ഇറ്റ്സ് മൈ ഫ്രീഡം, എന്റെ സ്വാതന്ത്ര്യം, എനിക്ക് എന്തും ചെയ്യാം എന്നുള്ളത്. ആ ഒരു ഫ്രീഡം അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തും ചെയ്യാനുള്ള ഫ്രീഡം അല്ല ഞങ്ങൾ അനുഭവിക്കുന്നത്. ഞങ്ങള് ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നു, അതാണ് ഞങ്ങളുടെ ഫ്രീഡം. അവിടുത്തെ കുട്ടികൾ പറയുന്ന വാക്കുകളാണ്. വി ലൈക്ക് വാട്ട് വി ഡു. ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അല്ലാതെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ ചെയ്യുന്നു എന്നല്ല. രണ്ടും തമ്മിലെ ഡിഫറൻസ് മനസ്സിലായോ? ഞങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു, ഇഷ്ടത്തോടെ ചെയ്യുന്നു, അല്ലാണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യുന്നല്ല. അതൊക്കെ എനിക്ക് നമ്മൾ വരുന്നേ ഉള്ളൂ. നമുക്കത് പാർട്ട് 3-യിലാണ് അതെല്ലാം വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ എനിക്ക് വൈവ സെഷനിൽ നിന്ന് ഉണ്ടായത് കൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത് കേട്ടോ. ഓക്കെ, എനിക്ക് വെക്കേഷനൊക്കെ കഴിയുമ്പോൾ കുറച്ചും കൂടെ ആളുകളൊക്കെ വരുന്നൊരു പ്രതീക്ഷ. ഓക്കെ ഫൈൻ, കഴിഞ്ഞോ? പിന്നെ നിങ്ങൾ ആരും സൈൻ ഇൻ എന്നുള്ള ഒരു ഓപ്ഷൻ ചെയ്യുന്നേ ഇല്ല. ചെയ്യാൻ പോവായിരുന്നു, അപ്പോഴാണ് വെരി സോറി. Good afternoon, Miss.
Good afternoon, all. I would like to welcome respected Jisha ma'am and all my friends today's Montessori class. I hope all of you have a wonderful time learning. Over to you, ma'am. Thank you, ma'am. ഓക്കെ, സൈൻ ഇൻ ശരിക്കും എന്താ എല്ലാരെയും ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ ആണ്. സൈൻ ഔട്ട് എന്ന് പറഞ്ഞാൽ താങ്ക് യു പറഞ്ഞ് നമ്മൾ പിരിയാന്നുള്ളതാണ്. ബട്ട് അത് നിങ്ങളുടെ ഒരു ഡാൻസിങ് സ്റ്റെപ്പോ നിങ്ങളുടെ ഒരു അങ്ങനെ ഒരു മൂവ്മെന്റോട് കൂടിയുള്ള സൈൻ ഇൻ ഒക്കെ ആണെങ്കിൽ നന്നായിരുന്നു. വേറെ ഒന്നുമില്ല, നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ കുട്ടികളുടെ അടുത്ത്, കൊച്ചു കുട്ടികളാണല്ലോ നമ്മളുടെ അടുത്തേക്ക് വരുന്നത്, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡാൻസ് ചെയ്യേണ്ടി വരും, പാട്ട് പാടേണ്ടി വരും, കഥ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇങ്ങനെ കല്ല് പോലെ നിന്നിട്ട് കഥ പറയാൻ നമുക്ക് പറ്റില്ല. നമ്മൾ അതിനനുസരിച്ച് വോയിസ് മോഡുലേഷൻ ചെയ്യണം, അതിനനുസരിച്ച് നമ്മുടെ ഫേസ് മാറണം, ഒക്കെ ഉണ്ടല്ലേ, അതെല്ലാം ഉണ്ട് അതിനകത്ത്. അതിനൊക്കെ അതിനൊരു പ്രാക്ടീസ് ആണ് ശരിക്കും നമ്മുടെ സൈൻ ഇൻ സൈൻ ഔട്ട് എന്ന് പറയുന്നത്. വീഡിയോ ഓൺ ചെയ്ത് ചെയ്യാൻ പറ്റുന്നവർ വീഡിയോ ഓൺ ചെയ്ത് ആ രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ആക്ഷൻ സോങ് എല്ലാവരും ഒരിക്കലെങ്കിലും ഒരു ആക്ഷൻ സോങ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമല്ല, എൻ്റെ ഒരു ആഗ്രഹമാണ്. അത് നിങ്ങൾക്കും നല്ലതായിരിക്കും കേട്ടോ. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ചെയ്തു പോകും. നമുക്ക് കുഞ്ഞുങ്ങളോട് നമ്മളൊരു ലെക്ചർ എടുക്കുന്ന പോലെ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് വിഷ്വലാണ്, ഭയങ്കര വിഷ്വൽ ഇമ്പാക്ട്. അവരിങ്ങനെ നോക്കിയിരിക്കും, അവർക്ക് കാഴ്ചയാണ് പ്രധാനം. പാട്ടാവുമ്പോൾ അവർ അതിനനുസരിച്ച് അവരുടെ റഥം അത് അവർ നോക്കും. ഡാൻസ് അല്ലെ, ഈ ചില അമ്മമാര് കുഞ്ഞുങ്ങളെ താരാട്ട് പാടുന്ന കേട്ടിട്ടുണ്ടോ? വലിയ ചിത്രയും അങ്ങനെയൊന്നുമല്ല, പക്ഷെ ചിലപ്പോൾ ശബ്ദമൊക്കെ വളരെ മോശമായിരിക്കും, പക്ഷെ ആ കുഞ്ഞ് ആ താളത്തിൽ എന്തിതായിട്ടാ ഉറങ്ങുന്നത്. നല്ലൊരു പാട്ട് വെച്ചാൽ ചിലപ്പോൾ ആ കുഞ്ഞ് കരയുമായിരിക്കും. അതേസമയം അമ്മയുടെ താളത്തിൽ ആ കുട്ടി നല്ലപോലെ ഉറങ്ങും അല്ലെ. അവനത് കേൾക്കുന്നത് ആദ്യം. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളും. അവർക്ക് ഡാൻസ് ചെയ്യുക, പാട്ട് പാടുക, കഥ പറയുക ഒക്കെ ആയിരിക്കും താല്പര്യം. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. നോക്കൂ, നിങ്ങൾ റെഡി ആകുമ്പോൾ ചെയ്യൂ, കാരണം ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ നിർബന്ധമായിട്ട് പറയുന്നില്ല കേട്ടോ. ഓക്കെ, നമ്മൾ എവിടം വരെയായി? ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം, ഞാൻ എപ്പോഴും വിട്ടുപോകും, ഞാൻ എവിടെയായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയതെന്നുള്ളത്. എവിടെയായി? യെസ് പ്ലീസ്, ആരും ഓർക്കണില്ലേ? ഞാൻ തന്നെ നോക്കണോ? The concept of mental hygiene. ഓക്കെ, യൂണിറ്റ് 6 സ്റ്റാർട്ട് ചെയ്തു അല്ലേ? Yes, ma'am. താങ്ക് യു. ഒന്ന് ഷെയർ ചെയ്യട്ടെ. എല്ലാവർക്കും ടെക്സ്റ്റ് ഒക്കെ ഉണ്ടല്ലോ? എല്ലാവർക്കും അവൈലബിൾ അല്ലേ? Yes, ma'am. നമുക്ക് ഏറ്റവും ആപ്റ്റായ ടൈം ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത് നമ്മളുടെ പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്ത് യൂണിറ്റ് 7 ഉണ്ട്, മോണ്ടിസോറി എൻവയോൺമെന്റ് ആകുമ്പോഴാണ് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത് ഏറ്റവും നല്ലത്. കാരണം നമ്മൾക്ക് അപ്പോഴാണ് മോണ്ടിസോറി മെത്തേഡ് എന്താന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ, നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എല്ലാ സ്കൂളുകളിലും ചിലപ്പോൾ നമുക്ക് ആ ഒരു ഫ്രീഡം കിട്ടിയെന്ന് വരില്ല നമ്മളുടെ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ. ഈവൻ ദോ നമ്മളുടെ പല ട്രെയിനീസും ഇതുപോലെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ അവർ പറയും ഇവിടുത്തെ രീതിയിൽ ചെയ്യിക്കൂ എന്നൊക്കെ പറയും. പക്ഷെ കുട്ടികളൊന്നും അടങ്ങിയിരിക്കില്ല, അവരെ പിടിച്ചിരുത്തി എഴുതിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു, ആ ഒരു രീതിയായിരിക്കും. അപ്പൊ അതൊക്കെ ഇവരൊരു 5 minutes 10 minutes ഒക്കെ നമ്മുടെ മെത്തേഡ് അങ്ങ് ചെയ്യുമ്പോഴേക്കും കുട്ടികൾ ഭയങ്കര ഹാപ്പി ആവും. അവര് നല്ലപോലെ ശ്രദ്ധിക്കും. ഭയങ്കര ഡിസ്റ്റർബിങ് നേച്ചർ ആയിട്ടുള്ള കുട്ടികൾ വരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ആയപ്പോഴേക്കും ആ സ്കൂളുകാർക്കും അത് ഭയങ്കര ഇംപ്രസീവായി. അങ്ങനെ അവർ പറഞ്ഞു ടീച്ചർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി കേസസ് ഉണ്ട്. പിന്നെ പലരോടും അവിടെ വർക്ക് ചെയ്യണം, നെക്സ്റ്റ് അക്കാദമിക് ഇയർ ആകുമ്പോൾ ഇവിടെ ജോബ് തരാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കണ്ടിന്യൂ ചെയ്യൂ, അങ്ങനെയുള്ള കേസസ് ഒക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള കുറേ ഫീഡ്ബാക്ക്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. സോ ഈ ഒരു മെത്തേഡ് നമ്മൾ അതിനനുസരിച്ച് നോക്കുക. പിന്നെ സ്കൂളൊക്കെ തുടങ്ങാൻ പോകുന്നവര് അവർക്കും കുറെ കാര്യങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കി പോകുന്നത് നന്നായിരിക്കും. കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ബാച്ചിലെ വൈവയ്ക്ക് ഒരു ടീച്ചർ വന്നു. ടീച്ചർ ഈ മെത്തേഡ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുള്ളിക്കാരി 20 years ബാക്ക് അന്ന് മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ഓരോ വർഷവും അപ്ഡേറ്റഡ് ആവുകയാണ്. ബേസിക് പ്രിൻസിപ്പിൾ ഒക്കെ സെയിം തന്നെ, പക്ഷെ ഇത് അപ്ഡേറ്റഡ് ആവുക. ഇപ്പൊ ടീച്ചർ ആ ഒരു സമയത്താണ്, കേരളത്തിലെ ടീച്ചേഴ്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാലറി കുറവാണല്ലോ ചെറിയ ക്ലാസ്സുകളിൽ. എന്താണ് ടീച്ചർ എന്നോട് പറഞ്ഞു. അപ്പം UP എങ്ങാണ്ട് ഒരു വേക്കൻസി എന്തോ വന്നപ്പോ ടീച്ചർ അപ്ലൈ ചെയ്തു. ടീച്ചർക്ക് കിട്ടുകയും ചെയ്തു. നല്ല പേയ്മെന്റും നല്ല പാക്കേജും ഉണ്ട്.
മലയാളികൾ എനിക്ക് തോന്നുന്നു പൊതുവെ ഈ എഡ്യൂക്കേഷണൽ ഇതിലേക്ക് അതർ സ്റ്റേറ്റ്സ് നല്ല പോലെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് താല്പര്യമാണ്. നമ്മൾ അതുപോലെ ആ നമ്മളുടെ ലേണിംഗ് വേ എന്ന് പറയുന്നത് വളരെ വ്യത്യാസമാണ്. പിന്നെ നമ്മളുടെ ലിറ്ററസി റേറ്റ് നല്ല കൂടുതലാണല്ലോ. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര റെസ്പെക്റ്റും. നമ്മൾക്ക് ജോലി അറിയാം, പണി അറിയാം എന്നുള്ളത് അതർ സ്റ്റേറ്റുകാർക്ക് അറിയാം. അതുകൊണ്ട് നമുക്ക് നല്ല പ്രിഫറൻസ് കിട്ടും. അപ്പൊ അവരവിടെ വർക്ക് ചെയ്യാണ്. അപ്പൊ അവർ വൈവ അറ്റൻഡ് ചെയ്യാൻ വരും. പക്ഷെ ഒരു വർക്കും ചെയ്തിട്ടില്ല ടീച്ചർ. അപ്പൊ ടീച്ചർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാല് അവിടുത്തെ മെത്തേഡ് വേറെയാണ്. 4ാം ക്ലാസ് വരെ എന്തോ പഠിപ്പിക്കണമെന്ന് തോന്നുന്നു, KG തുടങ്ങിയിട്ട്. അവിടുത്തെ മെത്തേഡ് വേറെയാണ്. അപ്പൊ അതുകൊണ്ടാണ് മോണ്ടിസോറി മെത്തേഡിൽ ഒന്നും ചെയ്യാതിരുന്നേന്ന് പറഞ്ഞു. പക്ഷെ മോണ്ടിസോറി മെത്തേഡിന്റെ പോസിറ്റീവ് സൈഡ് ആൾക്ക് മനസ്സിലായെന്നും അത് അവിടുത്തെ മാനേജ്മെന്റിനെ അവർ ഇൻഫോം ചെയ്തു. അപ്പൊ നെക്സ്റ്റ് അക്കാദമിക് ഇയർ ഓൺവേർഡ്സ് അവിടുത്തെ മെത്തേഡിൽ മാറ്റം വരുത്തുവാണ്. മോണ്ടിസോറി മെത്തേഡും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പഠന രീതി അവരവിടെ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ബട്ട് ഷീ ഈസ് വെരി ലൈക്ക് പൊട്ടൻഷ്യൽ ഉള്ളൊരു ലേഡി തന്നെയാണ്. പക്ഷേ ഞാനെങ്ങനെ മാർക്ക് കൊടുക്കും? ഒരു വർക്കും ടീച്ചർ ചെയ്തിട്ടില്ല. ഇതൊന്നും ചെയ്യാതെ എനിക്ക് എങ്ങനെ ആ ടീച്ചർക്ക് മാർക്ക് കൊടുക്കാൻ തുടങ്ങി? ഇതൊക്കെയാണ് എന്നെ സങ്കടത്തിലാക്കുന്ന ചില കാര്യങ്ങള്. കാരണം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളിരിക്കും, പക്ഷെ ആളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുമ്പോഴേ ഇതെല്ലാം എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ നമുക്ക് വേറെയുണ്ട്. രണ്ടുപേരുടെയും മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു ക്രൈറ്റീരിയ തന്നെയാണല്ലോ. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വർക്കുകള് എന്റെ ഭാഗത്തുള്ള പെയിന്റിംഗ് എല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ തീർക്കാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വർക്കുകളൊക്കെ സമയത്ത് ചെയ്തു പോകും. നമ്മൾ ദിവസം ഒരു 30 minutes മാറ്റി വെച്ചാൽ തീരാവുന്ന പണികളെ ഉണ്ടാവുള്ളൂ. കാരണം ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് സർവേ വരും, റെക്കോർഡ് റൈറ്റിംഗ് വരും. റെക്കോർഡ് റൈറ്റിംഗ് പറഞ്ഞിട്ടുണ്ടോ? തന്നിരുന്നോ? റെക്കോർഡ് റൈറ്റിംഗ് വരും, അസൈൻമെന്റ്സുകൾ കൂടുതലായിട്ട് വരും ഓരോരോ യൂണിറ്റ് ആവുമ്പോൾ. എല്ലാം അവസാന നിമിഷത്തിലേക്ക് വെച്ചാൽ നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സോ പ്ലീസ്, കാരണം പലർക്കും എനിക്കൊക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലല്ല, ഓരോ കാര്യങ്ങളിലും പിന്നെ ചെയ്യാം. ഇപ്പൊ നമ്മള് സബ്മിറ്റ് ചെയ്യുന്ന ഈ അസൈൻമെന്റ്സ് എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ട് ലാസ്റ്റില് ഇത് വീണ്ടും എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ലാസ്റ്റിൽ സബ്മിറ്റ് ചെയ്യൊന്നും വേണ്ട. നിങ്ങൾ വൈവ ടൈമിൽ വരുമ്പോൾ നിങ്ങളുടെ 2 സൈഡിലും ഈ ചെയ്ത എല്ലാ കാര്യങ്ങളും ഉണ്ടാകണം. ടൈമില് നമ്മള് റാൻഡം ആയിട്ട് ചോദിക്കും, ആ അസൈൻമെന്റ് ഒന്ന് പ്രസന്റ് ചെയ്യാമോ, അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ് ഒന്ന് ബ്രീഫ് ചെയ്യാമോ എന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് വൈവ ആകുമ്പോൾ ഇതെല്ലാം ക്ലിയർ ആയിരിക്കണം, എല്ലാം കംപ്ലീറ്റ് ആയി നമ്മൾ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ടാകണം. അപ്പൊ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് അത് അല്ലെങ്കിൽ എടുക്കാതെ എടുത്ത് നോക്കി പറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. നിങ്ങൾ അത് ചെയ്തു, അതില് നിങ്ങൾ ഫുൾ എഫേർട്ട് ഇട്ടു എന്ന് എനിക്ക് മനസ്സിലാകും. അതിനെപ്പറ്റി കോൺഫിഡന്റ് ആയിട്ടൊന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ ഒന്ന് ബ്രീഫ് ചെയ്യാനേ പറയുള്ളൂ, 2 or 3 സെന്റൻസിൽ. അത്രയും കാര്യങ്ങൾ എവിടെ വരുന്നുള്ളൂ. ഓക്കെ. അപ്പൊ ഈവൻഡോ സബ്മിറ്റ് ചെയ്തു, എനിക്ക് എല്ലാത്തിനും മാർക്ക് കിട്ടി എന്നതിനേക്കാളും വൈവ ടൈമിൽ ഇത് എന്റെ കയ്യിലുണ്ട്. എനിക്ക് അല്ലെങ്കിൽ കയ്യിലില്ലെങ്കിൽ പോലും ചിലര് ചിലപ്പോ ഈ വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോൾ അവിടെ ഇടയ്ക്ക് പോകും, ഇതൊന്നും കയ്യിൽ കൊണ്ടുപോയിട്ടുണ്ടാവില്ല. അവർ വൈവ അറ്റൻഡ് ചെയ്യും. പക്ഷെ അവർ ഭയങ്കര കോൺഫിഡന്റ് ആ, കാരണം അവർ അത്രയും ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്തു, എഫേർട്ട് എടുത്ത് ചെയ്തുകൊണ്ട് അവർക്ക് ഇതെല്ലാം നല്ല ഓർമ്മയാണ്. അങ്ങനെയും വൈവ ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഏത് ഏരിയ എന്ന് ചോദിച്ചാലും പറയാൻ അറിയാമോന്ന് ചോദിക്കും. അതറിയാം, അത് കോൺഫിഡന്റ് ആണെന്ന് പറയും. അപ്പോഴേക്കും നമ്മൾ അവർക്ക് വൈവ എടുക്കും. അല്ലാണ്ട് ഇതെല്ലാം നിങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക ഒന്നും വേണ്ട. എല്ലാരും ചെയ്യുന്നത് റൂമില് ചാർട്ടൊക്കെ ചെയ്തതെല്ലാം ഇങ്ങനെ ഹാങ് ചെയ്ത് കാണാവുന്ന രീതിയിലൊക്കെ വെച്ച് വീഡിയോ ഞങ്ങൾ കാണിച്ചു തരും വൈവ ടൈമിൽ. അങ്ങനെ ചെയ്ത കുട്ടികളുണ്ട് കേട്ടോ. ഓക്കെ, ഫൈൻ. അതെ, 3 weeks ആയിട്ട് എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റിയിട്ടില്ല. എന്റെ മോള് ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട്. അപ്പൊ ഞാൻ അസൈൻമെന്റ്സ് എഴുതി തുടങ്ങിയിട്ടില്ല. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോണുള്ളൂ. അപ്പൊ അത് നമ്മുടെ മാർക്കിനെ ബാധിക്കോ? ഇല്ല, അതൊന്നും കുഴപ്പമില്ല. അല്ല, ഞാൻ 2 അസൈൻമെന്റ് പെൻഡിങ് ആണ്. അപ്പൊ ഞാൻ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ നിൽക്കാം. അപ്പൊ അത് മാർക്കിനെ ബാധിക്കുമോന്ന് വയ്ക്കാനായിട്ടാണ്. ബാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരു അസൈൻമെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ 1 month ആണ് ടൈം വെക്കുന്നത് അതിന്റെ വാല്യൂ. കാരണം ഇത്രയും പേരുടെ വരുമ്പോഴേ ഒരു ബാച്ചിന്റെ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോ എന്നാണോ അസൈൻമെന്റ് കൊടുത്തത് അന്ന് തുടങ്ങി 1 month നമുക്ക് ടൈം ഉണ്ട്. ആ ടൈമിൽ ആയിരിക്കും ഇതിനെ വാല്യൂ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ എപ്പോഴെങ്കിലും സബ്മിറ്റ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി അഥവാ അതിന്റെ ടൈം കഴിഞ്ഞെങ്കിലും അതൊരു പ്രോബ്ലം ആയിട്ട് വിചാരിക്കേണ്ട. സബ്മിറ്റ് ചെയ്തോളൂ. ചെയ്യാൻ പറ്റാതെ വരുവാണെങ്കിൽ മാത്രം ഒന്ന് ഇൻഫോം ചെയ്താൽ മതി. താങ്ക് യു.
ഓക്കെ, അപ്പൊ നമ്മൾ ബാക്ക് ഈ വൈവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസ് ആണോ നമ്മളെ കൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും? അതെ, എല്ലാം. നിങ്ങൾക്കൊരു സബ്ജക്ട് സ്പ്ലിറ്റിങ്ങിന്റെ PDF കിട്ടിയില്ലേ? കിട്ടിയോ? അതായത് നമുക്കിപ്പോ മോഡ്യൂൾ വൈസ് അല്ലേ ഇത് ചാപ്റ്റേഴ്സ് തന്നിരിക്കുന്നത്? മൊഡ്യൂൾ 3 1 2 3 അല്ലെ? അങ്ങനെയല്ലേ? ഇതിനെ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് PDF ഷെയർ ചെയ്യാൻ ഞാൻ പറയും കേട്ടോ. ആ PDF നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പൊ ആ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന, ഞാൻ എടുക്കുന്നത് പാർട്ട് 1 യൂണിറ്റ് 6 ആണ് അല്ലെ? പാർട്ട് 1 നമുക്ക് 8 യൂണിറ്റ് ഉണ്ട്. 8 യൂണിറ്റ് അതൊരു സബ്ജക്റ്റ് ആണ്. പാർട്ട് 1 ഒറ്റ സബ്ജക്റ്റ് ആണ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്തോ? ആരെങ്കിലും, ഏതെങ്കിലും ടീച്ചർമാർ സ്റ്റാർട്ട് ചെയ്തോ? ജോബ് സാർ ഇംഗ്ലീഷ് അല്ലേ മോഡ്യൂൾ 2 എടുക്കുന്നത്? പാർട്ട് 2 ആരും എടുത്തില്ല എന്നാ തോന്നുന്നത്. ഞാൻ വരാതിരുന്നപ്പോ ഉണ്ടോന്ന് അറിയില്ല. മോഡ്യൂൾ 2 ജോബ് സാർ ആണ്. അപ്പൊ മോഡ്യൂൾ 1 നമുക്ക് നമ്മുടെ സബ്ജക്ട്സും, അതായത് ഇംഗ്ലീഷ് അല്ലാത്ത ബാക്കി എല്ലാ സബ്ജക്റ്റും വരുന്നത്. അതിലെ മോഡ്യൂൾ 1 ആരും എടുത്തിട്ടില്ല മിസ്സേ. ഇല്ല. ഓക്കെ, അതാവണേ ഉള്ളൂ. നിങ്ങൾ പുതിയ ബാച്ച് ആണല്ലോ. മോഡ്യൂൾ 1 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിലബസിൽ നിങ്ങൾക്ക് കാണാം. അതിലെ ഫസ്റ്റ് പാർട്ട് ആണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതില് 8 യൂണിറ്റ്സ് ഉണ്ട്. ഈ 8 യൂണിറ്റ്സും പാർട്ട് 1 8 യൂണിറ്റും കൂടെ ചേർത്തിട്ട് ഒറ്റ സബ്ജക്റ്റ് ആണ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. പാർട്ട് 2 10 യൂണിറ്റ്സ് ഉണ്ട്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി എന്ന് പറഞ്ഞാണ് പാർട്ട് 2. അതിനെ നമ്മൾ 2 സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 1 തുടങ്ങി യൂണിറ്റ് 5 വരെ ഒരു സബ്ജക്ട് ചൈൽഡ് ഡെവലപ്മെന്റ്. യൂണിറ്റ് 6 തുടങ്ങി യൂണിറ്റ് 10 വരെ സൈക്കോളജി, അടുത്ത സബ്ജക്ട്. ക്ലിയർ ആയോ? പാർട്ട് 2 2 സബ്ജക്റ്റ് ആണ്. 3 സബ്ജക്റ്റ് ആയി. ഫസ്റ്റ് 1 ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. പാർട്ട് 1 8 യൂണിറ്റ്സ് ചേർന്നത്. പാർട്ട് 2 ആദ്യത്തെ 5 യൂണിറ്റ് ചേരുന്നതാണ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. എന്തോന്ന് തോന്നുന്നു യൂണിറ്റിന്റെ പേര്. നിങ്ങൾക്ക് തരും PDF. അതിലെ തന്നെ 6ാമത്തെ യൂണിറ്റ് തുടങ്ങി 10ാമത്തെ യൂണിറ്റ് വരെയാണ് സൈക്കോളജി വരുന്നത്. നെക്സ്റ്റ് പാർട്ട് 3, അതാണ് കോർ ടോപ്പിക്. മോണ്ടിസോറി മെത്തേഡ്, മറിയ മോണ്ടിസോറി, ഇതിനെല്ലാം കുറിച്ചിട്ടാണ് പാർട്ട് 3. ആ പാർട്ട് 3 10 സബ്ജക്റ്റ് ഉണ്ട്. അതിലെ യൂണിറ്റ് 1 പിന്നെ 3 4 5 6 2 ഇല്ല 1 3 4 5 6 ഈ 5 യൂണിറ്റും കൂടെ ചേർന്നിട്ട് മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. പിന്നെ അതിൽ ബാക്കി വന്ന 2 ഇല്ലേ, 2 7 8 9 10 ഈ 5 യൂണിറ്റ് ചേരുന്നതാണ് മോണ്ടിസോറി മെത്തേഡ് ആൻഡ് ആപ്ലിക്കേഷൻ. അങ്ങനെ പറഞ്ഞിട്ട് ഒരു സബ്ജക്ട്. അപ്പൊ നമുക്ക് 5 സബ്ജക്റ്റ് ആയി. പാർട്ട് 1 ഒറ്റ സബ്ജക്ട്, പാർട്ട് 2 2 സബ്ജക്ട്, പാർട്ട് 3 അഗെയിൻ 2 സബ്ജക്ട്സ്. പാർട്ട് 4 സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാണ് എങ്ങനെയാണ് ഒരു സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്, യൂണിഫോംസ് എങ്ങനെയാണ്, സ്കൂളിലെ രജിസ്റ്റേഴ്സ്, ടൈം ടേബിൾ, അങ്ങനെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. സബ്ജക്റ്റിന്റെ പേരെന്തായിരുന്നു മിസ് പറഞ്ഞത്? പാർട്ട് 4 ഏതാ? പാർട്ട് 5ഓ? ഒന്നാമത്തത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, പാർട്ട് 1 മുഴുവൻ. രണ്ടാമത്തത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്നാണ് എന്റെ ഓർമ്മ. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട് അത് 2ാമത്തെ സബ്ജക്ട്. അത് യൂണിറ്റ് 1 തുടങ്ങി 5 വരെയാണ്. നെക്സ്റ്റ് സൈക്കോളജി യൂണിറ്റ് 6, പാർട്ട് 2 തന്നെ 6 തുടങ്ങിയിട്ട് 10 വരെ. പിന്നെ പാർട്ട് 3 വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 1 ആണ് മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. അത് യൂണിറ്റ് 1 3 4 5 6. നെക്സ്റ്റ് മോണ്ടിസോറി മെത്തേഡ് ആൻഡ് ആപ്ലിക്കേഷൻ എന്നുള്ളതാണ്. അത് യൂണിറ്റ് 2 7 8 9 10. ഒരു പാർട്ട് 4 ഒറ്റ സബ്ജക്ട്. അപ്പൊ നമുക്ക് 4 5 6 സബ്ജക്റ്റ് ആയി.
അത് മോഡ്യൂൾ 1നെ അപ്പൊ 6 സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുക. പ്ലസ് ജോബ് സാർ എടുക്കുന്ന ഇംഗ്ലീഷ് ഒറ്റ സബ്ജക്റ്റ്, അങ്ങനെ 7 സബ്ജക്റ്റ് ആയി. ഇപ്പൊ മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2ഉം കൂടെ ചേരുന്നത് 7 സബ്ജക്ട്സ് ആണ്. ക്ലിയർ ആയോ? തരും PDF തരും. അപ്പൊ അതാണ് 7 സബ്ജക്ട്സ്. പരീക്ഷ ഇങ്ങനെ 7 സബ്ജക്റ്റ് ആയിട്ടായിരിക്കും. ഈ എക്സാമിന് ഒരു സബ്ജക്റ്റിന് 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 50 ക്വസ്റ്റ്യനില് ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിന് 2 മാർക്സ് ആണ്. അങ്ങനെ 50 ക്വസ്റ്റ്യൻസ് 100 മാർക്സ്. MCQ ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ. പിന്നെ മോഡ്യൂൾ 3 നമ്മളുടെ പ്രാക്ടിക്കൽ സെഷൻ ആണ്. അതിന് മോക്ക് ടെസ്റ്റും എക്സാമും അങ്ങനെയൊന്നുമില്ല. അതിൽ കംപ്ലീറ്റ് പ്രാക്ടിക്കൽ ആണ്. അതിനെയും 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ്, അതായത് ഒരു മോണ്ടിസോറി സ്കൂളിലെ എൻവിയോൺമെന്റിനെ എങ്ങനെയാണോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതാണ് ഈ 5 ഏരിയാസ്. നമുക്ക് 5 അറിയാം. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാഡം? അതിപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്കത് പിന്നെ അല്ല ഞാൻ ചോദിക്കുവാണ് ജസ്റ്റ്. അപ്പൊ നമുക്ക് പിന്നെ അത് രണ്ടാമത് എഴുതാനോ അങ്ങനെ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അതിനെ കുറിച്ച് നമ്മൾ ബോദർ ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ നമ്മള് പോകുന്ന ലേണിംഗ് പ്രോസസ് അങ്ങനെയാണ്. കാണാതെ പഠിച്ചുള്ള പഠിത്തമൊന്നുമല്ലല്ലോ. ഈ കാണാതെ പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് ചിലപ്പോൾ തലയിലിരിക്കാത്തത്. ഓക്കെ, നമ്മുടെ ടോപ്പിക് അറിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. പിന്നെ അതുകൊണ്ട് ചോദിച്ചത്. ഫെയിലാവുന്ന കാര്യത്തിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നു എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്. അപ്പൊ ആ ഒരു സബ്ജക്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നു. ബട്ട് നെക്സ്റ്റ് ബാച്ചിന്റെ കൂടെ നിങ്ങൾക്ക് അത് എഴുതാം. അതേസമയം കുട്ടികൾ ഒരു 10ഓ 20 പേരൊക്കെ ഉണ്ട്, അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് റീടെസ്റ്റ് നടത്താൻ പറ്റുള്ളൂ. ഒരാള് 2 പേരാണെങ്കിൽ നമുക്കൊരു എക്സാം നടത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നെക്സ്റ്റ് ബാച്ച് നെക്സ്റ്റ് മന്തിൽ തന്നെ ചിലപ്പോൾ, അല്ലെങ്കിൽ 1 വീക്ക് കഴിയുമ്പോൾ നെക്സ്റ്റ് ബാച്ചിന്റെ എക്സാം ആയിരിക്കും. അവരുടെ കൂടെ എഴുതാം. ഇത് ഡിപ്ലോമ PGയുടെ കമ്പൈൻഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ് ഇപ്പൊ പറഞ്ഞത്. മോഡ്യൂൾ 3 വരെ. മോഡ്യൂൾ 3 നിങ്ങളുടെ പ്രാക്ടിക്കലാണ്. 5 ഏരിയ ഉണ്ട്. 5 ഏരിയയിലും നമുക്ക് മോണ്ടിസോറി മെറ്റീരിയൽസ് ഉണ്ട്. 5 ഏരിയയിലും ഈ മോണ്ടിസോറി മെറ്റീരിയൽ വെച്ച് നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാം. പ്രാക്ടിക്കൽ ഓൺലൈൻ ആയിട്ടുണ്ടാവും. ടീച്ചേഴ്സ് ഡെമോ കാണിക്കും ഓൺലൈനായിട്ട്. നമുക്ക് കാണാനേ പറ്റുള്ളൂ, തൊട്ട് നോക്കാനോ ചെയ്ത് നോക്കാനോ പറ്റില്ല. സോ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ ചെയ്യുന്നുണ്ട്. എല്ലാ ബാച്ചിനും ഒരു ഓഫ്ലൈൻ ക്ലാസ് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നേരിട്ട് വരാം. വന്നിട്ട് മോണ്ടിസോറി മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് പ്രാക്ടിക്കൽ സെഷൻ ചെയ്യാം. ഓക്കെ, മോഡ്യൂൾ 1 തീർന്നിട്ടേ ഉള്ളൂ. മോഡ്യൂൾ 1 തീർന്ന് മോഡ്യൂൾ 3യുടെ ഈ പറഞ്ഞ പ്രാക്ടിക്കൽ സെഷൻ ഓൺലൈനും കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അത് മാമിന്റെ 2 അസൈൻമെന്റ് ക്ലാസ് റൂമിൽ ഇട്ടിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതുവരെ ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ല മിസ് അസൈൻമെന്റ്. ഞാൻ ഇടാം. അത് എന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു കുഴപ്പം തന്നെയാണ്. ഞാൻ ഇടാം. കാരണം 1, 2, 3 ബാച്ചിന്റെ മാർക്ക് ലിസ്റ്റിന്റെ സോർട്ടിങ്ങും അവരുടെ വൈവയൊക്കെ കംപ്ലീറ്റ് ആയതേ ഉള്ളൂ. അതിന്റെ ഒരു ഇതിൽ ഞാൻ വേറൊന്നുമിലേക്ക് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതിന്റെ ഒരു തിരക്കാണ്. അവർക്ക് 19-ാം തീയതി കോൺവൊക്കേഷൻ. അത് കഴിയുമ്പോഴേക്കും ആ ഒരു ബാച്ചിന്റെ കഴിയും. അപ്പൊ പുറകെ ഓരോരുത്തർ വരുന്നുണ്ട്. അത് ചെയ്തേക്കാട്ടോ. നമ്മൾ അതിനിരിക്കുമ്പം അതിന്റെ മാത്രമായിട്ട് കാര്യമായിട്ട് പോവും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഞാൻ ഡിപ്ലോമ മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് PGക്ക് 2 സബ്ജക്റ്റും കൂടി ഉണ്ട്. PG കുട്ടികളും ഉണ്ടാവും. അവർക്ക് മോഡ്യൂൾ 4, മോഡ്യൂൾ 5 എന്നും പറഞ്ഞിട്ട് ടോപ്പിക്സ് ഉണ്ട്. അത് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, പാർട്ട്ണർഷിപ്പ്, അതൊക്കെയാണ് അതിൽ വരുന്നത്. കംപ്ലീറ്റ് ഒരു തിയറി ഓറിയന്റഡ് ഒരു മാനേജ്മെന്റ് അതൊക്കെയാണ് വരുന്നത്. മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ്. നമ്മളൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടാണോ നമ്മൾ PG ക്ലാസ് ചെയ്യുന്നത്? ഇതിന്റെ ക്ലാസ്സസ് അത് കഴിഞ്ഞിട്ട്, മീൻസ് സബ്ജക്റ്റ് അത് കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം. മോണ്ടിസോറി PG ഡിപ്ലോമ എടുക്കാൻ പറ്റുള്ളൂ.
ഇത് കഴിയുമ്പോഴേക്കും ഒരു എനിക്ക് തോന്നുന്നു 10 months ഇത് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ PGയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇതിന്റെ ഒപ്പം പാരലലിൽ തന്നെ വേറൊരു ടൈമിൽ മോഡ്യൂൾ 1 അങ്ങ് തീരുമ്പോഴേക്കും വേറൊരു ടൈമിൽ PG ക്ലാസ് ഉണ്ടാവും. അപ്പൊ PG ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ബാച്ച് മാത്രമാവില്ല, MT12 മാത്രമാവില്ല, ചിലപ്പോൾ 11ഉം ഒക്കെ അതിന്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ 2-3 ബാച്ച് മേർജ് ചെയ്തിട്ടായിരിക്കും PG വരുന്നത്. 10, 11, 12 ഒരുമിച്ചോ എങ്ങനെയാണോ മോഡ്യൂൾ 1 തീരുന്നത് ആ ബാച്ചുകളുടെ അതിനനുസരിച്ച് PG സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഞാൻ പറയാറ്, ഞാൻ സജസ്റ്റ് ചെയ്യാറ് മോഡ്യൂൾ 1 പാർട്ട് 3 ആണ് മോണ്ടിസോറി മെത്തേഡ് കോർ ടോപ്പിക് എന്ന് പറഞ്ഞല്ലോ. അതിലെ ആ മോണ്ടിസോറി മെത്തേഡ് ആവുമ്പോഴാണ് PG സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ പറയാറുള്ളൂ. അപ്പോഴേ നമുക്കത് ശരിയാവുള്ളൂ. ഓക്കെ, ഫൈൻ. സോ നമ്മളിപ്പോ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, വേറെ സംശയങ്ങളൊന്നും ഇല്ലല്ലോ. അത് 2 മോഡ്യൂളാണ്, 2 സബ്ജക്റ്റ് ആയിട്ടാണ്. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഒറ്റ സബ്ജക്ട്, പിന്നെ സ്കൂൾ പാർട്ട്ണർഷിപ്പ് അങ്ങനെ എന്തോ പറഞ്ഞ, അതായത് ഫാമിലിയുമായിട്ടുള്ള സ്കൂളിന്റെ കണക്ഷൻ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതാണ് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ടോപ്പിക്സ് ആണ്. വെറുതെ കഥ പോലെ വായിക്കാൻ പറ്റുന്നത്. ഇച്ചിരി ഡ്രൈ ആണെങ്കിലും നമ്മൾ തന്നെ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആ ഒരു രീതിയാണ്. അതിൽ നമുക്കൊരു പ്രാക്ടിക്കലും കൂടി ഉണ്ട്. PGക്കാർക്ക് എക്സ്ട്രാ ഒരു പ്രാക്ടിക്കൽ വരുന്നതാണ് സെമിനാർ. അവർക്കൊരു ടോപ്പിക്കിനെ പറ്റി സെമിനാർ എടുക്കണം, അതാണ്. അപ്പോ പ്രാക്ടിക്കൽ സൈഡ് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളോട്. പ്രാക്ടിക്കൽ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഡിപ്ലോമ ആൻഡ് PG കോമൺ ആയിട്ട് 5 സെഷൻസ് ആണുള്ളത് പ്രാക്ടിക്കൽസിന്. ഞാൻ ഇപ്പൊ പറയാത്, ഈ ഓരോ ഏരിയയ്ക്കും 100 മാർക്ക് വെച്ചിട്ട്. അപ്പൊ തിയറിക്കും 100 മാർക്ക്, പ്രാക്ടിക്കലിനും 100 മാർക്ക്. തിയറി നമുക്ക് 7 സബ്ജക്റ്റ് ഉണ്ട്. ഡിപ്ലോമ ആൻഡ് PG കോമൺ ആണ് പറയുന്നത്. അപ്പൊ 100 മാർക്ക് അവിടെ വരും. ദാറ്റ് മീൻസ് 700 തിയറിക്ക് മാത്രം. പിന്നെ പ്രാക്ടിക്കൽസിൽ വരുമ്പോ ഫസ്റ്റ് 1 മോണ്ടിസോറി അപ്പാരറ്റസ്. ആ മോഡ്യൂൾ 3 ആണ് നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻ, മോണ്ടിസോറി അപ്പാരറ്റസ്. അതിന് 100 മാർക്സ് ആണ്. അതിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ അതിന്റെ പ്രാക്ടിക്കൽ സെഷൻസ് നമ്മൾ ഓൺലൈനായിട്ട് കണ്ട് മനസ്സിലാക്കുന്നു. എല്ലാവർക്കും ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്ന് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പറ്റുന്നവര് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്നും മനസ്സിലാക്കുന്നു. നേരിട്ട് വരുന്നവര്, വരാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുത്ത് അവർക്ക് ഷെയർ ചെയ്യണം. ഓൾറെഡി നമ്മൾ ഓൺലൈനായിട്ട് ഡെമോ ചെയ്യിക്കും. അതിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രാക്ടിക്കലിലെ ഫസ്റ്റ് സബ്ജക്ട്, ആ ഒരു അപ്പാരറ്റസ്, മോണ്ടിസോറി അപ്പാരറ്റസ്. അതിന് 100 മാർക്സ്. ആ 100 മാർക്സ് എങ്ങനെയാ തരുന്നതെന്ന് വെച്ചാൽ വൈവ ടൈമില് അതിനെ സംബന്ധിച്ച് ആ മോണ്ടിസോറി മെറ്റീരിയൽസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഫോർ എക്സാമ്പിൾ, അതിൽ നമുക്ക് സാൻഡ് പേപ്പർ കൊണ്ട് ആൽഫബറ്റ്സും അതുപോലെ തന്നെ നമ്പേഴ്സും ഉണ്ടാക്കാനുണ്ടാവും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറിയാം, മോണ്ടിസോറി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ ഒരു മോണ്ടിസോറി മെറ്റീരിയൽ ആണ് സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. അത് നിങ്ങൾ ഉണ്ടാക്കണം, എല്ലാവരും തന്നെ ഉണ്ടാക്കേണ്ടതാണ്. നല്ല റിസൾട്ട് വേണം. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ എഴുതാത്ത കുട്ടികൾ അതിലൂടെ വിരലോടിക്കുമ്പോൾ അവർക്ക് ആ ഒരു സെൻസേഷൻ പെട്ടെന്ന് ബ്രെയിനിലേക്ക് വരും. അവരത് എഴുതാൻ തുടങ്ങി, വായിക്കാനും തുടങ്ങി. അതൊക്കെ ടീച്ചിങ് പ്രാക്ടീസിന് പോയ കുട്ടികൾ പറഞ്ഞ ഫീഡ്ബാക്കുകളാണ്. അറിയാം, മോണ്ടിസോറിയും അവരുടെ എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സും നമ്മൾ മണ്ണിൽ എഴുതിക്കില്ലേ കുട്ടികളെ, നമ്മൾ എഴുതാറില്ലേ, പെട്ടെന്ന് എഴുതില്ലേ, ആ ഒരു എഫക്റ്റ് തന്നെയാണ്. ഹാൻഡ് റൈറ്റിംഗ് നല്ല നീറ്റ് ആവുമെന്ന് പറയുന്നത്. പിന്നെ ടീച്ചിങ് പ്രാക്ടീസ് ആൻഡ് വൈവാവോസ്. ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോവല്ലോ, അപ്പൊ അതിന്റെ മാർക്ക്. അപ്പൊ ചിലർ ചോദിക്കും, പോവാൻ പറ്റാത്തവരെന്ത് ചെയ്യും? അപ്പൊ ആ ഒരു വൈവ ടൈമില് അവരെ കൊണ്ട് ജസ്റ്റ് ടീച്ചിങ് പ്രാക്ടീസ് ഒന്ന് ചെയ്യിക്കും. എന്നുവെച്ചാൽ ഒരു ആക്ഷൻ സോങ് ചെയ്യാമോ, മുന്നിൽ കുട്ടികളാണ് ഇരിക്കണത്, അങ്ങനെ അസ്യൂം ചെയ്ത് ഒരു ആക്ഷൻ സോങ് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ സ്റ്റോറി നറേഷൻ, ഏതെങ്കിലും സ്റ്റോറി ചെയ്യാമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ കുട്ടികളെ നമ്പേഴ്സ് പഠിപ്പിക്കും, നിങ്ങൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുള്ളൂ. പോകാത്തവരോട്. പോയവരോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും ചെയ്ത മെത്തേഡ്സ് എന്തൊക്കെയാണ്, എന്തെല്ലാം ആക്ടിവിറ്റി ചെയ്യിച്ചു, അങ്ങനെയുള്ളതൊക്കെ ചോദിക്കും. നെക്സ്റ്റ് നമ്മളുടെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 100 മാർക്കാണ്. വൈവാവോസ് ഞാൻ എഴുതിയിരിക്കുന്നത് വൈവേല പ്രസന്റേഷൻ, ഓവറോൾ പ്രസന്റേഷൻ. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് 5 മാർക്സ് ആണെങ്കിൽ വൈവയുടെ പ്രസന്റേഷന് 5 മാർക്സ്. അങ്ങനെ 10 മാർക്ക് ഇട്ടിട്ട് പിന്നെ 100ലേക്ക് മാറ്റുക ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ ക്രിയേറ്റിവിറ്റി, അതായത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ, ഫ്ലവർ വേസ്റ്റ്, ഫ്ലവേഴ്സ്, ബർത്ത്ഡേ കാർഡ്, ബർത്ത്ഡേ ക്യാപ്പ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിനടുത്ത് വരും. അതായത് ടീച്ചിങ് എയ്ഡ്സ്, നമ്മൾ ഉണ്ടാക്കുന്ന ടീച്ചിങ് മെറ്റീരിയൽസ് എല്ലാം വരും. നമ്മളുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അങ്ങനെയുള്ള എല്ലാം.
നെക്സ്റ്റ് അസൈൻമെന്റ്സ് ആൻഡ് റിപ്പോർട്ട്സ്. നമ്മൾ ഈ ചെയ്യുന്ന അസൈൻമെന്റ്സ് എല്ലാം എന്നോട് ആരോ ചോദിച്ചു എന്തോരം അസൈൻമെന്റാ മിസ് ചെയ്തത്, എന്നിട്ട് ഞങ്ങൾക്ക് 100 മാർക്കേ ഉള്ളൂ എന്ന് ചോദിച്ചേ. നിങ്ങൾ എത്ര എഴുതി എന്നുള്ളതല്ല ഞാൻ നോക്കുന്നത്, ആ അസൈൻമെന്റ് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഒരു ചേഞ്ച് വന്നത്. ഇപ്പോ ഒരു എക്സാമ്പിൾ, the remote control of your happiness is in your hand. If anyone says anything and you feel very down, then the remote control of your happiness is in their hand. Question മനസ്സിലായോ? നമ്മളുടെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ നമ്മളുടെ കയ്യിലാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വഴി കൂടെ പോണവർ പറഞ്ഞു കേട്ട് കരയാനും ടെൻഷൻ അടിക്കാനും പോയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ അവരുടെ കയ്യിലാണ്. സബ്സ്റ്റാൻഷിയേറ്റ് യുവർ വ്യൂസ്. നിങ്ങളുടെ വ്യൂസ്, നിങ്ങളുടെ അഭിപ്രായമാണ് അവിടെ വേണ്ടത്. ഇതൊന്നും ഗൂഗിൾ ചെയ്താൽ കിട്ടില്ല കേട്ടോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസേ നമ്മൾ അസൈൻമെന്റ് തരുള്ളൂ. അപ്പോ അത് അവിടെ നമ്മൾ ആലോചിക്കുകയാണ്, ശരിയാണല്ലോ ഈ പറഞ്ഞേ. ഞാൻ പലപ്പോഴും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും അത് കേട്ട് ഞാൻ അങ്ങ് ഡൗൺ ആവും. അപ്പൊ അതിന്റെ അർത്ഥം എന്റെ ഹാപ്പിനെസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് അവരാണെന്നാണല്ലോ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അഭിപ്രായം പറയുന്നു, നമ്മൾ റിലേറ്റ് ചെയ്യുന്നു, നമ്മൾ ഏതെങ്കിലും ഇൻസിഡന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇതെല്ലാമാണ് അസൈൻമെന്റ് വരുന്നത്. അപ്പോൾ എനിക്ക് അതിലൂടെ നിങ്ങളെ കടത്തി വിടണം. നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ മുന്നിൽ ഒരു കുട്ടി ബെഗ് ചെയ്ത് വരുന്നു, നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ നിങ്ങളുടെ അഭിപ്രായം അറിയണ്ടേ? അത് പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്യലല്ലോ നമ്മൾ ചെയ്യുന്നത്. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതെന്നാണ് നമ്മളിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കുന്നു, നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു. ഓ ഇങ്ങനെ വന്നാൽ ഞാൻ എന്ത് ചെയ്യണം നമ്മളിപ്പോ ചിന്തിക്കാൻ തുടങ്ങില്ലേ. അതാണ് അസൈൻമെന്റ് ആയിട്ട് നമ്മൾ പലതും ചെയ്യുന്നത്. എനിക്കതാണ് വേണ്ടത്. നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വന്നോ, നിങ്ങളുടെ മൈൻഡിൽ ഒരു ചേഞ്ച് വന്നോ, നിങ്ങൾക്കൊരു റിഫ്ലക്ഷൻ കിട്ടിയോ, ഒരു പ്രകാശം ഉള്ളിലേക്ക് വന്നോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിന് 100 മാർക്ക് എന്നുള്ളത് ഒരു ക്രൈറ്റീരിയ മാത്രമാണ്. അവിടെ നമ്മളിൽ എന്ത് ട്രാൻസ്ഫോർമേഷൻ നടന്നു എന്നുള്ളതാണ് റിസൾട്ട്. അപ്പൊ അതാണ് അവിടെ ഒരു സർവേയും കൂടെ വരും. സർവേ ഇതാണ്, ടോപ്പിക് ഇതാണ്. എല്ലാ കാലത്തും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ചൈൽഡ് കെയർ സയന്റിഫിക് ആണോ? സ്കൂളിലും വീട്ടിലും ചൈൽഡ് കെയർ സയന്റിഫിക് ആണ്. ഇതാണ് സർവേ. അതിനുള്ള ക്വസ്റ്റ്യനെയറൊക്കെ ഞാൻ തരും. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേണ്ടത് നിങ്ങൾക്ക് ആഡ് ചെയ്യും. അത് തരുന്ന സമയത്ത് അതിനെ പറ്റി പറയാം. അപ്പൊ അങ്ങനെ ഡിപ്ലോമയ്ക്കും PGക്കും കോമൺ ആയിട്ട് 5 പ്രാക്ടിക്കൽ സെഷൻ ഉണ്ട്, 500. അപ്പൊ ഡിപ്ലോമയ്ക്ക് മാത്രമായിട്ട് തിയറിക്ക് 700, പ്രാക്ടിക്കലിന് 500. സോ ഓവറോൾ 1200 മാർക്ക്. PGക്ക് വരുമ്പോ 9 സബ്ജക്ട്സ് വരും, 7+2, സോ 900. ഒരു പ്രാക്ടിക്കലും കൂടെ വരും, 5+1, സോ 6. അപ്പൊ 900 + 600, 1500 മാർക്ക്. ക്ലിയർ ആയോ? നല്ല മാർക്കാണ്. എല്ലാവരും ഒരു കുഴപ്പമില്ലാണ്ട് നല്ല മാർക്കുകളാണ് കുട്ടികൾക്ക്. അത് നിങ്ങൾ ചെയ്യുന്ന എഫേർട്ടിന് 100 മാർക്ക്. അപ്പൊ മുഴുവൻ എന്തിനാ കൊടുക്കുന്നത്? ഇത്രയും കുറച്ചിക്കാം. ആ രീതിയിലുള്ള ഒരു ചിന്തയും മോണ്ടിസോറി മെത്തേഡിലില്ല. പെർഫെക്റ്റ് ആയിട്ട് അസൈൻമെന്റ് ചെയ്തിട്ടുണ്ടോ, റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, 100 മാർക്സ് അവിടെ വീഴുക. അത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ കാണുമല്ലേ. അപ്പൊ മാർക്ക് ലിസ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പം ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യം ചെയ്യുന്നുണ്ടോ? നമ്മുടെ കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട് ഇന്റർവ്യൂ ബോർഡിലുള്ളവര്, ഇത്രയും ചെയ്തിട്ടുണ്ടോ? ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഇത്രയും ആക്ടിവിറ്റി എങ്ങനെയാ ചെയ്യുന്നത്, ഇത്രയും പ്രാക്ടിക്കൽസ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ച് അവർ ഇംപ്രസ്ഡ് ആവണമെങ്കിൽ നമ്മൾ ചെയ്യണം. ഒന്നും ചെയ്യാതെ മാർക്ക് കിട്ടില്ലല്ലോ. മാർക്കൊരു ക്രൈറ്റീരിയ. എന്നെ സംബന്ധിച്ച് മാർക്കിനെ പറ്റി ഞാൻ ബോദർ ചെയ്യാറില്ല. പക്ഷെ ഇതൊരു ക്രൈറ്റീരിയ മാറുമല്ലോ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ. ഓക്കെ, ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മോണ്ടിസോറി പഠിക്കുന്നത്. അപ്പൊ എഞ്ചിനീയറിംഗ് ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള ഒരു കോളേജിലായിരുന്നു ഞാൻ പഠിച്ചത്, ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജ്. ഭയങ്കര ടഫാ കൊച്ചിൻ യൂണിവേഴ്സിറ്റി. നമ്മൾ എത്ര നല്ലപോലെ എക്സാം എഴുതിയാലും മാർക്ക് കിട്ടില്ല. ക്യുസാറ്റിനും കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും ആ ഒരു പ്രശ്നമുണ്ട്, മാർക്ക് കിട്ടില്ല. നമുക്ക് ഇംപ്രൂവ്മെന്റ് എക്സാമും ഇല്ല, മാർക്ക് ഇംപ്രൂവ് ചെയ്യാനൊരു ഓപ്ഷൻ അതും ഇല്ല ഞങ്ങൾക്ക് അന്ന്. ഇപ്പണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളൊരിടത്ത് ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവരറിയണ്ടോ, അവിടെ ചെല്ലുമ്പോ കേരള യൂണിവേഴ്സിറ്റിയും MG യൂണിവേഴ്സിറ്റിയും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും എല്ലാം ഒന്നും അവർക്ക്. അവരെ സംബന്ധിച്ച് എല്ലാം എഞ്ചിനീയേഴ്സാ. അപ്പൊ നോക്കുമ്പോ കുറെ MGയിലും കേരളയിലുള്ള കുട്ടികൾക്ക് നല്ല മാർക്ക്. അവർക്ക് യൂണിവേഴ്സിറ്റി ഏതാണെന്ന് അവര് നോക്കുന്നില്ലല്ലോ. അവര് നോക്കുമ്പോ പഠിച്ച സ്ട്രീമൊക്കെ സെയിം തന്നെ, അവർക്ക് നല്ല മാർക്കുള്ളവർ മതി. അതുണ്ട് മാർക്കിന്റെ ഒരു ക്രൈറ്റീരിയ അങ്ങനെ ചിലയിടങ്ങളിൽ വരും. പക്ഷെ ചിലര് പെർഫോമൻസ് നോക്കിയെടുക്കുന്നതും ഉണ്ട്.
ബേസിക്കലി ടീച്ചേഴ്സിന്റെ പെർഫോമൻസ് നോക്കി തന്നെയാണ് എടുക്കുക. അവരുടെ ഡെമോ ക്ലാസ് അവിടെയാണ് അവരെ വേണോ വേണ്ടോ എന്നുള്ള തീരുമാനം നടക്കുന്നത് നമ്മളുടെ ഡെമോ ക്ലാസ്, നമ്മളുടെ പ്രസന്റേഷൻ. അതുകൊണ്ടാണ് ഞാൻ സൈനിനൊക്കെ നിങ്ങൾ യൂസ് ചെയ്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞു. നമുക്കിനി ചാപ്റ്ററിലേക്ക് പോവാം. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ, ഓൾമോസ്റ്റ് ക്ലിയർ ആയില്ലേ? ഈ ഒരു PDF നിങ്ങൾക്ക് ഷെയർ ചെയ്യൂ കേട്ടോ. ഞാനിപ്പോ തന്നെ പറഞ്ഞേക്കാം. ഓക്കെ ദെൻ യൂണിറ്റ് 6 നമ്മള് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അതില് സ്റ്റാർട്ട് ചെയ്യുക, അത് തുടങ്ങുവാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞോ? ഇൻട്രൊഡക്ഷൻ പോലെ എന്തെങ്കിലും പറഞ്ഞു തന്നിരുന്നോ? പറഞ്ഞിരുന്നു. നമ്മളെ ഇതിലില്ലാത്തതാണ് പറഞ്ഞത്. അതായത് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് നമ്മുടെ ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്, അല്ലെ? ഇത് മൂന്നും വെല്ലായിരിക്കുന്നതാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അഫക്ട് ചെയ്യുന്നത് നമ്മളുടെ ചിന്ത, നമ്മൾ ഫീൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ ആക്ട് ചെയ്യുന്നത്. ഇറ്റ് അഫക്ട്സ് ഹൗ വി ഫീൽ, ഹൗ വി തിങ്ക് ആൻഡ് ഹൗ വി ആക്ട്. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു ടു ഹാൻഡിൽ സ്ട്രെസ്. പിന്നെ നമ്മളുടെ ലൈഫിന്റെ ഓരോ സ്റ്റേജിലും മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. വലിയതാവുമ്പോൾ മെന്റൽ ഹെൽത്ത് നോക്കാം, ചെറുപ്രായത്തില് കുഴപ്പമില്ല അങ്ങനെ വിചാരിക്കരുത്. ഓരോ കുഞ്ഞിന്റെയും ഓരോ വളർച്ചാ കാലഘട്ടത്തിലും മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. Every stage of life, from childhood to adolescence, through adulthood, adolescence-ലൂടെ കൗമാരത്തിലോട്ടേക്ക് പോയി നമ്മൾ ആ യുവാവ് ആ ഒരു അഡൾട്ട്ഹുഡിലേക്ക് എത്തുന്നവരെ മെന്റൽ ഹെൽത്ത്, പിന്നെയും മെന്റൽ ഹെൽത്ത് ആ പ്രായമായാലും അസുഖങ്ങൾ വരുമ്പോൾ ഭയങ്കര വിഷമവും സ്ട്രെസ്സും ഒക്കെയാണ്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതിന്റെ കാര്യം ഒക്കെയുണ്ട്. പിന്നെ ബോഡിയും മൈൻഡും ഒന്നാണ്, ഒറ്റ യൂണിറ്റ് ആണ്, സെപ്പറേറ്റ് അല്ല എന്ന് നമ്മൾ പറഞ്ഞു. ലൈക്ക് നമുക്കൊരു പ്രോബ്ലം വരുമ്പോ, ടെൻഷൻ വരുമ്പോ ഭയങ്കര തലവേദന, അല്ലെങ്കിൽ ബോഡിയുടെ പല പാർട്ടും പെയിൻ എടുക്കുന്ന പോലെ നമുക്ക് തോന്നും. ചിലപ്പോ ഡൈജസ്റ്റീവ് പ്രോബ്ലം വരും, ലൂസ് മോഷൻ വരാം, അല്ലെ? അങ്ങനെ ഉണ്ടാകാം. പിന്നെ ഗ്യാസ് ഫോം ചെയ്യും. ഈ ആങ്സൈറ്റി വരുമ്പോ ഭയങ്കരമായിട്ട് ഗ്യാസ് കയറും. നമുക്ക് പെട്ടെന്നൊരു വിഷമമൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ് ഇത് ട്രബിൾ ആവുന്ന പോലെ തോന്നും. അപ്പൊ നമ്മളുടെ ബോഡിക്കുള്ളിൽ ഒത്തിരി കെമിക്കൽ ആക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവുന്ന സമയമാകുമ്പോഴേക്കും ഈ കെമിക്കൽസ് വല്ലാണ്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അതാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന നമ്മളുടെ മൈൻഡിന്റെ ആക്ഷന്റെ ഫലമായിട്ട് ഇതിന്റെ റിഫ്ലക്ഷൻ വരുന്നത് ഫിസിക്കലിയാണ്, അല്ലെ? ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നു, ഭയങ്കര തലവേദന, എനിക്ക് ഭയങ്കര തലവേദന എന്ന് പറഞ്ഞാൽ മീൻസ് നമുക്ക് അസുഖങ്ങൾ വേറെ ഒന്നുമില്ല, പക്ഷെ ഭയങ്കര ഹെഡേക്ക്. ദാറ്റ് മീൻസ് എന്തോ ആൻസൈറ്റി, ടെൻഷനാണ്. കുട്ടികൾ കണ്ടിട്ടില്ലേ, രാവിലെ സ്കൂളിലേക്ക് പോകാനായിട്ട് ആ ടൈം ആകുമ്പോഴേക്കും വോമിറ്റിങ്, പരീക്ഷ ടൈമില് ബാത്റൂമിൽ കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കും, ടോയ്ലറ്റിൽ കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കും, ലൂസ് മോഷൻ. സോ മൈൻഡിൽ ഉണ്ടാകുന്ന ആക്ഷന്റെ ആ റിസൾട്ടാണ് ഫിസിക് കാണിക്കുന്നത്, ശരീരം കാണിക്കുന്നത്. ചിലപ്പോൾ ഉറക്കം ഉണ്ടാവില്ല, റെസ്റ്റ്ലെസ് ആയിരിക്കും, കോൺസെൻട്രേഷൻ കുറയും, ഇതൊക്കെ വരും. ഓക്കെ, സോ നമുക്ക് കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹൈജീൻ, ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെന്റൽ ഹെൽത്ത് ഈസ് എ സയൻസ് എന്നാണ്. നിങ്ങളവിടെ കറക്റ്റ് ചെയ്യുക, മെന്റൽ ഹൈജീൻ അത് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. മെന്റൽ ഹൈജീൻ ഈസ് എ സയൻസ് വിച്ച് ഡീൽസ് വിത്ത്, അത് അവിടെ ഹൈജീൻ ആക്കുക. പിന്നെ അതുപോലെ തന്നെ 1, 2, 3, 4 ഫോർത്ത് ലൈനില് ഫോർ ദ പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഇൽനെസ് എന്നാക്കൂ. ഹെൽത്ത് അല്ല, മെന്റൽ ഇൽനെസ്, ILLNESS. ആ സെന്റൻസിൽ ഇനി വേറെ ചേഞ്ചസ് ഒന്നുമില്ല, ഇത്രയും കാര്യങ്ങളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നു മെന്റൽ ഇൽനെസ്സും മെന്റൽ ഇൽ ഹെൽത്തും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിരുന്നോ? അത് ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹൈജീൻ ആ ഒരു പാരഗ്രാഫ് ആരെങ്കിലും ഒന്ന് വായിക്കാം. Mental health is a science
which deals with the process of attaining mental health and averting mental illness. It attempts to develop and apply principles and techniques for the preservation and promotion of mental health as well as for the prevention and treatment of mental health, ultimately leading to an adequate adjustment and well-balanced development of one's personality. Mental hygiene is a manner of life in which the individual's adjustment to his atmosphere is maintained intact. According to Crow and Crow, mental hygiene is a science that deals with the human welfare and pervades all fields of human relationship. ഓക്കെ, നമുക്ക് മെന്റൽ ഹൈജീൻ അതൊരു സയൻസ് ആണ്. നമുക്ക് സയൻസ് ആണെന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫാക്ട് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ക്ലാസ്സിലാണെന്ന് അറിയില്ല, മനസ്സ് എവിടെയാണെന്ന് ചോദിച്ചത് ഈ ക്ലാസ്സിലായിരുന്നോ? അങ്ങനെ ആരെങ്കിലും ചോദിച്ചിരുന്നോ? അതേ ക്ലാസ്സിലല്ല, വേറെ ഏതൊരു ക്ലാസ്സിൽ മനസ്സ് എവിടെയാന്ന് ചോദിച്ചു. പെട്ടെന്ന് ആ ചോദ്യം കേട്ടപ്പോ എനിക്ക് മനസ്സ് എവിടെയാ, നമ്മള് മെന്റൽ ഹെൽത്ത്, മനസ്സിന്റെ ആരോഗ്യം എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഈ മനസ്സ് എവിടെയാന്ന് ഇങ്ങനെ ചോദിച്ചപ്പോ പെട്ടെന്ന് അതൊരു തോന്നി. അപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, നമ്മളുടെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മനസ്സ് പലയിടത്തായിരിക്കാം അല്ലെ. അതായത് ഇപ്പൊ നമ്മള് ഇന്റലക്ച്വൽ ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സ് നമുക്ക് ബ്രെയിനിലാന്ന് പറയും. അതേസമയം നമ്മള് ഇമോഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിലാന്ന് പറയും അല്ലെ. അപ്പോഴാണ് ആ കുട്ടി പറഞ്ഞത് നമ്മളുടെ ബോഡിയുടെ എല്ലാ സെൽസിലും മനസ്സുണ്ടെന്ന്. ശരിയായിരിക്കും. കൈ എത്തുന്നിടത്ത് കണ്ണെത്തണമെന്നൊക്കെ നമ്മൾ പറയില്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് അത് മോർ പെർഫെക്റ്റ് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എന്തൊക്കെയോ നമ്മുടെ ബോഡിയിൽ അവിടെ ഇവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. സോ അത് നമ്മുടെ ബോഡിയിലെ എല്ലാ ഭാഗങ്ങളിലും മനസ്സുണ്ട്, മനസ്സിന്റെ ആ ഒരു പ്രസൻസ് ഉണ്ടെന്നാ പറയുന്നത്. അതൊരു സംതിങ്, ഒരു രൂപം ഇല്ലാത്തതോ അങ്ങനെ എന്തോ ഒരു കാര്യമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ചില ആക്ഷൻസ് എടുക്കും. സോ ദാറ്റ് മീൻസ് അത് നമ്മൾ പറയുന്ന കാര്യത്തിന്റെ ഫീലിങ്സ് നമ്മുടെ ഫിംഗേഴ്സിലൂടെയോ കൈയിലൂടെയോ നമ്മുടെ കണ്ണുകളിലൂടെയോ ഒക്കെ വരണ്ടല്ലോ. അതായിരിക്കാം മനസ്സ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടെന്ന് പറയാൻ ഒരു കാരണം അതായിരിക്കാം. അപ്പൊ മനസ്സിന്റെ ആരോഗ്യം അതാണ് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് എ സയൻസ്, ഒരു ഫാക്റ്റ് ആണ് അല്ലെ. ഡീൽസ് വിത്ത് ദ പ്രോസസ് ഓഫ് അറ്റൈനിങ് മെന്റൽ ഹെൽത്ത്. നമുക്ക് മെന്റൽ ഹെൽത്ത് കിട്ടാനുള്ള ഒരു പ്രോസസ്, അതിനെ ഡീൽ ചെയ്യുന്നത്, നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് ആണെങ്കിൽ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് മെന്റൽ ഹൈജീൻ ആണ്. നമ്മുടെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു, സെക്കൻഡ് ചാപ്റ്ററിൽ അല്ലെ. നമ്മൾക്ക് ആ ഹെൽത്ത് എന്നുള്ള ആ ഒരു ഗോളിൽ നമ്മൾ എത്തിക്കുന്നത് നമ്മുടെ രീതികളാണ് അല്ലെ, നമ്മളുടെ ഹാബിറ്റ്സ്, നമ്മുടെ ശീലങ്ങളാണ്. സോ ഹൈജീൻ ആണ് അതിലേക്കുള്ള റൂട്ട്, വഴി, വേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു മെന്റൽ ഹെൽത്ത് എന്ന് നമ്മൾ പറഞ്ഞു വന്നത്. ശരിക്കും അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾക്ക് മെന്റലി വരുന്ന ഇൽനെസ് അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റണം, പ്രിവെന്റ് ചെയ്യാൻ പറ്റണം. ഇനി അഥവാ നമ്മൾക്ക് ബാധിച്ചു, നമുക്കൊരു ടെൻഷൻ വന്നു, സ്ട്രെസ് വന്നു, നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റണം. ചിലപ്പോൾ നമുക്ക് ആരോടെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ മാറും, അല്ലെങ്കിൽ ടൈം എടുത്ത് നമ്മൾ തന്നെ അതിനെ മാനേജ് ചെയ്ത് മാറ്റുമായിരിക്കും. പക്ഷെ ചില ഡിസോർഡേഴ്സ്, ചില ഇൽനെസ് ഒക്കെ വരുമ്പോൾ നമുക്ക് വേറൊരാളുടെ സപ്പോർട്ട് ഇല്ലാതെ പറ്റില്ല. ചിലപ്പോൾ ക്ലിനിക്കൽ സപ്പോർട്ട് വേണ്ടി വരും. അവിടെയാണ് മെഡിസിൻസ് എടുക്കേണ്ടതായിട്ട് വരും, തെറാപ്പികൾ എടുക്കേണ്ടതായിട്ട് വരും, സിറ്റിങ്സ് ഉണ്ടാവുമായിരിക്കും. അങ്ങനെ പല രീതിയിൽ ആയിരിക്കാം നമ്മൾ അതിനെ ശരിയായ രീതിയിൽ നമ്മൾ അതിനെ ഡീല് ചെയ്യുക. അതാണ് മെന്റൽ ഹെൽത്തും മെന്റൽ ഹൈജീനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഈ മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണല്ലേ. ശരിക്കും നമ്മൾ എങ്ങനെ പെരുമാറുന്നു അത് മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മളുടെ പെരുമാറ്റ രീതി, ഇപ്പൊ ഒരാൾക്ക് ആരോഗ്യം, ടയേർഡാണ്, അസുഖം വന്നു, ദാറ്റ് മീൻസ് അയാളുടെ ആ ശരീരത്തിന്റെ ആ ഒരു അവസ്ഥയാണ്. ബട്ട് ആ ഒരു ടൈമില് നമ്മളുടെ പെരുമാറ്റം, നമ്മുടെ ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് കണക്റ്റഡ് വിത്ത് മെന്റൽ ഹെൽത്ത്. ഓക്കെ, എനിക്ക് കോവിഡ് വന്ന സമയത്ത് എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. എനിക്ക് ശബ്ദം ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്ന സമയമായിരുന്നു കോവിഡ് ടൈമിൽ. എനിക്കിപ്പോ ആലോചിക്കുമ്പോൾ ചിരി വരും. എന്തിനാ വന്ന് ദേഷ്യപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലാവില്ല. അത് നമ്മുടെ ബോഡിയിൽ ചില മാറ്റങ്ങൾ വരുവാണ്. അപ്പൊ ആ ഒരു അസുഖത്തിന്റെ ഇതുകൊണ്ടും ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരുമായിരുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു.
പലർക്കും കോവിഡ് ടൈമിൽ പല പല പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യുന്നു, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, ആ സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നു. നമ്മളുടെ എൻവയോൺമെന്റുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇൻടാക്ട്, അതുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത്. ഒരു വെൽ ബാലൻസ്ഡ്, നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നു. ഇപ്പൊ എന്നും ലൈഫിൽ സന്തോഷം മാത്രമല്ല, അല്ലെ, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. ഈ അപ്പ് ആൻഡ് ഡൗൺസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത്. അതേസമയം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ദാറ്റ് മീൻസ് അത് നമ്മുടെ മെന്റൽ ഹെൽത്ത് വീക്കാണ് എന്ന് വേണം അതിന് മനസ്സിലാക്കാനായിട്ട്. ഇനി അതില് ക്രോ ആൻഡ് ക്രോ എന്ന് പറയുന്നുണ്ട്. അവര് രണ്ടുപേരും സൈക്കോളജിസ്റ്റുകളാണ്, ഓതേഴ്സ് ആണ്. അവര് എഡ്യൂക്കേഷൻ സൈക്കോളജിയിലും ഒക്കെ ഒത്തിരി ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ക്രോ ആൻഡ് ക്രോ ഈ മെന്റൽ ഹൈജീന് ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ വെൽഫെയർ. ആളുകളുടെ നന്മ, സുഖം, ക്ഷേമം, സന്തോഷം, ഇതിനെയെല്ലാം ഡീൽ ചെയ്യുന്ന ഒരു സയൻസ് ആണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ആൻഡ് പെർവേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡ് ചെയ്യുന്നു ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ആസ് എ ഹ്യൂമൻ ബീയിങ് വി ഹാവ് മെനി കണക്ഷൻസ്, മെനി റിലേഷൻഷിപ്പ്, അല്ലെ? നമ്മൾ ഒരു പക്ഷെ നമ്മുടെ ഓരോ റോളും നോക്കുക, അമ്മയാണ്, ചേച്ചിയാണ്, അല്ലെങ്കിൽ അനീതിയാണ്, പിന്നെ എന്താ പറയാ, മകളാണ്, മരുമകളാണ്, അങ്ങനെ അങ്ങനെ റോൾ ഇങ്ങനെ മാറി മാറി വരുമോ, അല്ലെ? ഭാര്യയാണെങ്കിൽ ഭാര്യയാണ്, ഭാര്യ എന്നുള്ള വീട് പറയാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ, ലൈഫ് പാർട്ട്ണർ എന്ന് പറയാം, ലൈഫ് പാർട്ട്ണറാണ്. പിന്നെ നമ്മള് പ്രൊഫഷൻ നോക്കുവാണെങ്കിൽ മേ ബി നമ്മൾ എവിടെയെങ്കിലും മാനേജർ ആയിരിക്കാം, എവിടെയെങ്കിലും അക്കൗണ്ടന്റ് ആയിരിക്കാം, ടീച്ചർ ആയിരിക്കാം, അങ്ങനെ അങ്ങനെ പല പല റോളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ റിലേഷൻഷിപ്പിനും വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ ഈ വരുന്ന എല്ലാ റിലേഷൻഷിപ്പിലേക്കും, എല്ലാ ഫീൽഡിലേക്കും ഈ ഹ്യൂമൻ വെൽഫെയർ സ്പ്രെഡ് ചെയ്ത് പോകുന്നതാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ആളുകളുടെ ക്ഷേമത്തിന് ഡീൽ ചെയ്യുന്ന ഒരു സയൻസ് ഹ്യൂമൻ വെൽഫെയർ. അത് ഒരാളിൽ ഒതുങ്ങുന്നതല്ല, ഒരു ഇൻഡിവിജ്വലിൽ ഒതുങ്ങുന്നതല്ല, എല്ലാവരിലേക്കും അത് സ്പ്രെഡ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ നല്ലപോലെ ഭക്ഷണം കഴിച്ചാൽ എൻ്റെ ആരോഗ്യം എനിക്ക് നോക്കാൻ പറ്റും. പക്ഷെ എൻ്റെ മെന്റൽ ഹെൽത്ത് അത് മാത്രമല്ല, ഇൻഡിവിജ്വൽ മാത്രം ഒതുങ്ങുന്നില്ല, നമ്മളുടെ എല്ലാ കണക്ഷൻസുമായിട്ടും കണക്റ്റഡാ. നമ്മുടെ കുഞ്ഞിന് ഒരു പെട്ടെന്ന് സുഖമില്ലാതായി, നമ്മൾ ഭയങ്കര ഡൗൺ ആവൂലേ, നമ്മുടെ മെന്റൽ ഹെൽത്ത് ആ സമയത്ത് അങ്ങനെയായി. അതേസമയം നമ്മുടെ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ലോസ്, നമുക്കൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നു, നമ്മുടെ വീടിനെ മുഴുവൻ ബാധിക്കുന്നു, അപ്പോഴും നമ്മളത് ബാധിക്കും. എന്താ വേറെ എന്താ പറയാ, വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ലാതായി, പ്രായമായ ആൾക്ക് സുഖമില്ലാതായി, നമുക്കൊരാളെ നഷ്ടപ്പെട്ടു, അവിടെയും നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കും. അപ്പോൾ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എല്ലാ റിലേഷൻഷിപ്പിലേക്കും കണക്ട് ചെയ്ത് പോകണം. മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് കണക്ട് ചെയ്ത് പോകണം. അതേസമയം നമ്മളുടെ മാത്രം ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ട കാര്യമാണ്, ദാറ്റ് ഇസ് ഇൻഡിവിജ്വൽ. ബട്ട് മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, അത് എല്ലാത്തിലേക്കും കണക്ട് ചെയ്ത് പോകുന്നതാണ്. നമുക്ക് ചുറ്റുമുള്ളവരും നമ്മുടെ എല്ലാ ബന്ധങ്ങളും നല്ല സമാധാനമായിട്ട് പോവുകയാണെങ്കിൽ അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകും, അല്ലെ? ഇനി ഹ്യൂമൻ റിലേഷൻഷിപ്പ് നമ്മൾ പറയും, നമുക്ക് തോന്നുവാണ് ചില റിലേഷൻഷിപ്പ് അങ്ങ് ശരിയാവുന്നില്ല. ചില ഫ്രണ്ട്സ്, നമ്മളുടെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾക്ക് നമ്മളായി തന്നെ, ഏതൊരു റിലേഷൻഷിപ്പിലും നമ്മൾക്ക് നമ്മളായി തന്നെ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കിട്ടണം. അതേസമയം ആ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യാന്ന് വിചാരിച്ചു, അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പെരുമാറുന്നു, അങ്ങനെ നമ്മളല്ലാതാകുന്ന ഒരു ഫ്രണ്ട് സർക്കിൾ നമുക്ക് ആവശ്യമില്ല. നമ്മളെ നമ്മളായി തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മളും അവരായി തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ രീതിയിലുള്ള ഒരു സ്പേസ് കിട്ടണം നമുക്കത് ഏത് റിലേഷൻഷിപ്പിൽ തന്നെയാണെങ്കിലും. അങ്ങനെ പറ്റാത്തതൊക്കെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല. നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നു, എപ്പോഴും കോംപ്രമൈസ് ആണെന്ന് വിചാരിക്കുക, ഇടയ്ക്കൊക്കെ കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെന്റ്, ഓക്കെ. ഇത് ഫുൾ ടൈം നമ്മളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ കോംപ്രമൈസ് മാത്രം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നു, അങ്ങനെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെൽത്തി അല്ല, അതൊരു ടോക്സിക് തന്നെയാണ്. സോ അത് കട്ട് ചെയ്യാണ് നമ്മുടെ മെന്റൽ ഹെൽത്തിന് നല്ലതെങ്കിൽ കട്ട് ചെയ്യുക തന്നെ വേണം. ഓക്കെ, ഞാനങ്ങനെ ആയിട്ട് പറയുകയല്ല, നമുക്ക് ആലോചിച്ചാൽ തന്നെ തോന്നും നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നു, കോംപ്രമൈസ് ചെയ്യുന്നു, സാക്രിഫൈസ് ചെയ്യുന്നു ചില ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഡൺ, അല്ലെ? അത് നമുക്ക് എപ്പോഴും അങ്ങനെ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ബന്ധങ്ങൾ, അത് ടോക്സിക് ആണെങ്കിൽ അതിനെ അവിടെ തന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക തന്നെയാണ് നല്ലത്.
അല്ലെങ്കിൽ അത് നമ്മളുടെ പല കാര്യങ്ങളെയും സ്റ്റോപ്പ് ചെയ്യും, നമ്മളുടെ പല മനസ്സമാധാനത്തെയും സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിലായി പോകും. ഓക്കെ, അതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഇപ്പൊ മെന്റൽ ഹൈജീന്റെ ഒരു ഡെഫിനിഷൻ ക്രോ ആൻഡ് ഗ്രോ പറഞ്ഞത് ഇതൊരു സയൻസ് ആണ്, ഹ്യൂമൻ വെൽഫെയറിനെ ഡീൽ ചെയ്യുന്ന ഒരു സയൻസ്. അത് സ്പ്രെഡ് ചെയ്യുന്നു, എല്ലാ ഹ്യൂമൻ റിലേഷൻഷിപ്പിലേക്കും സ്പ്രെഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി അവര് തന്നെ മെന്റൽ ഹെൽത്തിനൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്, ഇതിനകത്തില്ല ഞാൻ പറയുക. അത് സെയിം തന്നെ ഹ്യൂമൻ വെൽഫെയറിനെ ഡീൽ ചെയ്യുന്നത് തന്നെയാണ് മെന്റൽ ഹെൽത്തും. അതെല്ലാ ഹ്യൂമൻ റിലേഷൻഷിപ്പിലേക്കും പെർസ്യൂഡ് ചെയ്യുന്നു, അഡോപ്റ്റ് ചെയ്യുന്നു, അക്സെപ്റ്റൻസ്. അതാണ് എല്ലാ ഹ്യൂമൻ റിലേഷന്റെ എല്ലാ ഏരിയയിലേക്കും അത് എന്താ പറയാ പല കാര്യങ്ങളെയും അക്സെപ്റ്റ് ചെയ്യും. അതാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. രണ്ടും ഇൻ എഫക്റ്റ് ഒരേ രീതിയിൽ പോകുന്ന തന്നെയാണ്. റൂട്ട് മാർഗം വഴിയാണ് ഹൈജീൻ ഹെൽത്തിലേക്ക് എത്താനുള്ളത്. മെന്റൽ ഹെൽത്തിലേക്ക് എത്താനുള്ള റൂട്ടാണ് നമ്മളുടെ മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഇനി താഴെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നുണ്ട്. ഒരു 3 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, നമുക്കത് എന്താണെന്നും കൂടെ നോക്കാം. അതാരോ ഒന്ന് റീഡ് ചെയ്യുക, 3 പോയിന്റ്. ഞാൻ വായിക്കാം. രണ്ടുപേർ വന്നോ? The major objects of mental hygiene are prevention of mental disorders through an understanding of the relationship that exists between healthy personality development and life experience. Second one, care of the mental health of an individual and of the group. Third one, the discovery and application of medicinal measures to cure mental alignment. നമുക്ക് ഇതിന്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയി കുറച്ച് കാര്യങ്ങൾ. ഇത് തന്നെ ഏതൊരു ബന്ധത്തിലിരിക്കുമ്പോഴും അവിടെ നമുക്കൊരു ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും ലൈഫ് എക്സ്പീരിയൻസും ആണെങ്കിൽ വി ഓൾ ആർ വെരി ഹാപ്പി, അല്ലെ? അവിടെ വെൽ ആണെന്ന് പറയാം. അതേസമയം ആ ഒരു റിലേഷൻഷിപ്പില് നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ഇല്ലാതാവുന്നു, നമുക്ക് ബാഡ് എക്സ്പീരിയൻസ് ആണ് വെച്ചാൽ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല. നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും അത് ബാധിക്കും. ഇതാണ് നമുക്ക് പല മെന്റൽ ഡിസോർഡേഴ്സും വരാം, പലപ്പോഴും പല ബന്ധങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പല കാര്യങ്ങളിൽ നിന്നും. ഇതിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്, ഈ മെന്റൽ ഹൈജീന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. അങ്ങനെ വരുന്ന ഡിസോർഡേഴ്സിനെയൊക്കെ പ്രിവെന്റ് ചെയ്യും. നമ്മളുടെ പല രീതിയിലുള്ള നമ്മളുടെ പല ബന്ധങ്ങളിൽ നിന്നും ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ടോക്സിക് ആണ് അൺഹെൽത്തി ആണെന്ന് തോന്നുന്നതിനൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ കെയർ ഓഫ് ദ മെന്റൽ ഹെൽത്ത് ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഓഫ് ദ ഗ്രൂപ്പ്. ഇത് പറഞ്ഞല്ലോ. അപ്പൊ ഫിസിക്കൽ ഹെൽത്ത് നമ്മൾ ഒരാൾ തന്നെ നമ്മളെ നോക്കിയാൽ മതി. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളുടെ കാര്യമായിട്ടോ പറഞ്ഞത്. കുഞ്ഞുകുട്ടികളുടെ നമ്മൾ നോക്കണം, പ്രായമായി സുഖമില്ലാത്തവരുടെ വേറൊരാളുടെ സപ്പോർട്ട് വേണ്ടതും നമ്മൾ നോക്കണം. അല്ലാതെ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ കരുതുവാണെങ്കിൽ നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യം നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. നമ്മൾ പ്രോപ്പർ ഹൈജീൻ ആയിരിക്കണം. നമ്മുടെ ഹാബിറ്റ്സ്, ഫുഡ് ഹാബിറ്റ്സ്, അതുപോലുള്ള മറ്റുള്ള ഹാബിറ്റ്സ് അതെല്ലാം പ്രോപ്പർ ആയിരിക്കണം. അതാണ് നമ്മുടെ ശരീരത്തിൽ, അത് ഇൻഡിവിജ്വൽ ആന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഈ മെന്റൽ ഹെൽത്ത് ഇൻഡിവിജ്വലിന്റെ മാത്രമല്ല ഗ്രൂപ്പിന്റെയും നോക്കണം. നമ്മുടെ വീട്ടില് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ടാവും, നമ്മുടെ പാരന്റ്സ് ഉണ്ടാകാം, ഇൻലോസ് ഉണ്ടായിരിക്കാം. അങ്ങനെ ആരൊക്കെ ഉണ്ടോ നമ്മുടെ വീട്ടില് അവരുടെ എല്ലാവരുടെയും മെന്റൽ ഹെൽത്ത് നമ്മൾ ഓരോരുത്തരിലും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്. കെയർ ഓഫ് ദി മെന്റൽ ഹെൽത്ത് ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് ഓഫ് ദി ഗ്രൂപ്പ്. മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ചില സമയത്ത് നമുക്ക് തന്നെ ഇത് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ സമയത്താണ് നമ്മൾ മെഡിസിനൽ മെഷേഴ്സ്, മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. മെന്റൽ എയിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഡിസീസ്, അസുഖം. നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസ്, നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാം. മ്യൂസിക് കേൾക്കാം, ചില യോഗ, മെഡിറ്റേഷൻ, പ്രെയർ, അങ്ങനെ പലതും നമുക്ക് ചെയ്യാം. അല്ലെ? ചില പ്രെയർ ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവും, അങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിൽ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസിലൂടെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമുക്ക് ഫോളോ ചെയ്യാം. ഓക്കെ,
നമ്മുടെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോ ഒരു എക്സാമ്പിൾ എന്താ പറയാ, നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ തീരുമാനിച്ചു. നമ്മൾ ഭയങ്കരമായിട്ട് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു, എക്സാം എഴുതി. പക്ഷെ നമ്മൾ പഠിച്ചതിൽ നിന്നൊന്നും കാര്യമായിട്ടൊന്നും വന്നില്ല. നമുക്ക് ഡെഫിനറ്റ്ലി നമ്മളങ്ങ് ഡൗൺ ആവും. കാരണം അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ട് നമുക്കത് കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. കുറേ ദിവസം നമ്മൾ ആ വിഷമം ഉണ്ടാവും. നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്തോണ്ടിരിക്കൂലെ ആ വിഷമം. അപ്പൊ അങ്ങനെ അത് നമുക്ക്, പക്ഷെ അത് നമുക്കൊന്ന് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ നെക്സ്റ്റ് ടൈം ഞാൻ വീണ്ടും ഒന്നുകൂടെ ചെയ്യാം, അല്ലെങ്കിൽ ബെറ്റർ ഓപ്ഷൻ എനിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ നമ്മളെ തന്നെ പറഞ്ഞ് ഇതാക്കി, അല്ലെങ്കിൽ നമ്മൾ വേറൊരാളോട് ഷെയർ ചെയ്യും. അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. ഇതാണ് ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് ഫോളോ ചെയ്യാം മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഞാൻ നിങ്ങൾക്ക് തുടക്കമായതുകൊണ്ടാണ് ഇങ്ങനെ വളരെ സ്ലോയില് പറയുന്നത്. നമുക്ക് PDF മാത്രം വായിച്ച് പഠിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മൾ ഈ ലേണിംഗ് പ്രോസസ്സിലൂടെ നമ്മളിങ്ങനെ അതിലൂടെ ചേർന്ന് മേർജ് ചെയ്ത് നമ്മളിങ്ങനെ ഒഴുകി പോകണം. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എങ്ങനെ ക്വസ്റ്റ്യൻസ് ഇട്ടാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമോ ആ രീതിയിലുള്ളതല്ല. നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അതിനനുസരിച്ചാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്, അതിന്റെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. കറക്റ്റ് ഇതിന്റെ ഉള്ളിലേക്ക് എല്ലാം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണോ, അതോ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ബസ് അങ്ങനെയൊക്കെ ആയിട്ടാണോ? അങ്ങനെയില്ല, MCQs മാത്രമേ ഉള്ളൂ. 4 ഓപ്ഷൻസ് ഉണ്ടാവും, ആൻസർ ഓപ്ഷൻസ്. അതിൽ നിന്നും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. നമ്മള് പിന്നെ ഇപ്പൊ മോക്ക് ടെസ്റ്റ് ഇട്ടേക്കുന്നത് പോലെ അങ്ങനെയാണോ ക്വസ്റ്റ്യൻ? അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോ വേറൊന്നുമില്ലല്ലോ. സോ സൈൻ ഔട്ടിന് ആരെങ്കിലും ഉണ്ടോ? Yes, Miss Rani. Yes, Rani, please. We have come to the end of the today's class. We thank respected Disha ma'am for her enriching class and my friends for their active participation. Thank you. Okay, bye. Thank you. താങ്ക് യു മിസ്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇന്നത്തെ ക്ലാസ് ടെക്സ്റ്റിലെ അതിനേക്കാളുപരി ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് സംശയമുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. ആരോട് ചോദിക്കും, ക്ലാസ്സിന്റെ ഇടയിൽ ചോദിക്കാൻ പറ്റുമോ, നമുക്ക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറ്റില്ലല്ലോ. അപ്പൊ അത് എല്ലാം തന്നെ ഒന്നും അങ്ങോട്ട് ചോദിക്കാതെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇന്ന് കിട്ടി ഈ ക്ലാസ്സിൽ. മിസ്, അതുപോലെ നമുക്ക് എന്നാണ് നമ്മുടെ എക്സാം വരുന്നത്? അതായത് നമുക്ക് 1 ഇയർ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും 11 months വരെയല്ലേ ക്ലാസ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ? നിങ്ങൾക്ക് ഏത് മന്തിലാ സ്റ്റാർട്ട് ചെയ്തത്? മാർച്ചാണോ? മാർച്ച് 28. ഇപ്പൊ മാർച്ച് ലാസ്റ്റ്, അതായത് ശരിക്കും നമുക്ക് ഏപ്രിൽ തന്നെ വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഒരു ഫെബ്രുവരി ഒക്കെ ആവുമ്പോഴേക്കും, ഫെബ്രുവരി ഫസ്റ്റ് വീക്കിന് മുമ്പ് തന്നെ നിങ്ങളുടെ ക്ലാസ് എൻഡ് ചെയ്യും. അതായത് 10 months കൊണ്ട് ക്ലാസ് തീർത്തിട്ട് പിന്നെ നമുക്ക് എക്സാം വൈവ അതിനൊരു 1 month, എന്നിട്ട് 12th month തന്നെ കോൺവെക്കേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ളത്. ചിലപ്പോൾ 11th month തന്നെ നടക്കും, നമ്മൾ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ. അപ്പൊ നമ്മൾ എപ്പോഴാണ് മിസ് അപ്പൊ ഇന്റേൺഷിപ്പിന് പോയി കഴിഞ്ഞിട്ട് നമ്മൾ വന്ന എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്? ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത് 10 to 15 days ഒക്കെ ഇനഫാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ ചിലര് 1 month 2 month എക്സ്പീരിയൻസിന് വേണ്ടിട്ട് 3 months ഒക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതിനനുസരിച്ച് വിടുവാണോ, ഇവിടുന്ന് വിടുവാണോ, അതോ ഇന്റേൺഷിപ്പ് അങ്ങനെ 1 month ഒക്കെ പോയി ചെയ്യുന്നത്? ഇവിടുന്ന് വിടുക എന്നുള്ളതല്ല. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കേരളത്തിന്റെ പല ഭാഗത്തായിരിക്കും, കേരളത്തിന് പുറത്തുള്ളവരും ഉണ്ടായിരിക്കും അല്ലെ. ഓൺലൈൻ സെഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോ നമുക്ക് ആയിട്ട് ഒരു സ്കൂള് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം എല്ലാവരും പല പല സ്ഥലങ്ങളിലല്ലേ. അതേസമയം ഇപ്പൊ ഒരു ഓഫ്ലൈൻ ആയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്നുള്ള കുട്ടികൾ അങ്ങനെ, അപ്പൊ നമുക്ക് ആ ഏരിയയിൽ മാത്രം ടീച്ചിങ് പ്രാക്ടീസ് നോക്കിയാൽ മതി. ഇതിപ്പോ ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്കൂൾ ആദ്യം കണ്ടെത്തുക, അവിടെ പോയി സംസാരിച്ചു കഴിയുമ്പോൾ അവർ പെർമിറ്റ് ചെയ്യാണ്, ഓക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാമെന്ന് പറയുവാണെങ്കിൽ അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഇൻഫോം ചെയ്യുമ്പോൾ
ആ സ്കൂളിന്റെ അഡ്രസ്സും ആരെയാണോ അഡ്രസ്സ് ചെയ്യേണ്ടത്, പ്രിൻസിപ്പൽ, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഉണ്ടാവുമല്ലോ, ആരെയാണോ അഡ്രസ്സ് ചെയ്യുന്നത് അതിന് കറക്റ്റ് അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമ്മളൊരു സോഫ്റ്റ് കോപ്പി, ഒരു ലെറ്റർ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലെറ്റർ ഹെഡിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പൊ ആ ലെറ്റർ പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ ആ സ്കൂളിൽ കൊടുക്കുക. ഇപ്പൊ ഒരു ഒഫീഷ്യൽ ഒരു ഡോക്യുമെന്റ് ആയല്ലോ. ആ രീതിയിൽ അപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത് PG ആണ്. അപ്പൊ നമുക്കൊരു 8th month കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതിയല്ലോ മിസ്സേ? അപ്പോഴത്തേക്ക് എല്ലാം കംപ്ലീറ്റ് ആകത്തുള്ളൂ. ആകുമ്പോഴേക്കും നിങ്ങളുടെ, ഞാൻ പറഞ്ഞില്ലേ, കോർ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യും. പാർട്ട് 3 മോഡ്യൂൾ 1 പാർട്ട് 3 മോണ്ടിസോറി മെത്തേഡ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴേക്കും നിങ്ങൾ പല മോണ്ടിസോറി മെറ്റീരിയൽസ് നിങ്ങൾ ഉണ്ടാക്കി തുടങ്ങും. ഈ പറഞ്ഞ സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്, പിന്നെ ഫ്ലാഷ് കാർഡുകളുണ്ട്, അതെല്ലാം നമ്മൾ ഉണ്ടാക്കും. ക്രാഫ്റ്റ് ഐറ്റംസ്, പിന്നെ സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ട് മാസ്കുകൾ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ആ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിനൊക്കെ വെച്ചിട്ട്, റാറ്റും ക്യാറ്റും ഒക്കെ ഉള്ള ഒരു സ്റ്റോറി ആണെങ്കിൽ റാറ്റിന്റെയും ക്യാറ്റിന്റെയും മാസ്ക് ഒക്കെ വെച്ച് ആ മാസ്ക് ഒക്കെ കൊണ്ടുപോയി സ്റ്റോറി നറേറ്റ് ചെയ്യുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ചെയ്ത് നമ്മൾ ആ ഒരു 6 month കഴിയുമ്പോഴേക്കും, 6 month ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസ് പോകാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്കൂളുകളിലെ എക്സാം ടൈം, ആനുവൽ ഡേ, അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന ടൈമൊക്കെ നമുക്ക് അറിയാലോ. അതൊക്കെ നോക്കിയിട്ട് വേണം ടീച്ചിങ് പ്രാക്ടീസിന് ടൈം സെലക്ട് ചെയ്യാനായിട്ട്. എക്സാം ടൈമൊക്കെ ആകുമ്പോൾ അവർ ചിലപ്പോൾ പെർമിറ്റ് ചെയ്യില്ല. പിന്നെ ആനുവൽ ഡേയുടെ സമയത്ത് ചെന്നാലും ചിലപ്പോ ആനുവൽ ഡേയുടെ സമയത്ത് അവർ സമ്മതിക്കൂട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പണിയെടുക്കാൻ ഒരാളെ കിട്ടുവാണല്ലോ, കുറേ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ നോക്കുക. പിന്നെ നമ്മളുടെ പ്രൊഫൈലില് ടീച്ചിങ് പ്രാക്ടീസിന് പോയ സ്കൂളിന്റെ ഒരു റേറ്റിംഗ് ഉണ്ടാവുമല്ലോ നമ്മുടെ പ്രൊഫൈലിൽ. ഈ ഒരു സ്കൂളിലാണ് നമ്മൾ ചെയ്തതെന്ന് പറയുമ്പോൾ നമുക്കൊരു ഹൈ ഒരു ആഡഡ്, എന്താ പറയുക, ഒരു ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്ന സ്കൂളുകൾ സെലക്ട് ചെയ്യാം. ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ സ്കൂളിലാണോ ചെയ്തേ, അങ്ങനെ ഒരു പ്ലസ് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള സ്കൂൾസ് സെലക്ട് ചെയ്യാം. പിന്നെ അതല്ല, ആ സ്കൂളിൽ എനിക്ക് ജോബ് വേണം, അവിടെ പോയി എനിക്ക് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്ത് എന്റെ പെർഫോമൻസ് കാണുമ്പോൾ അവരെന്നെ തന്നെ വിളിക്കണം, അങ്ങനെയും നമുക്ക് സ്കൂൾ സെലക്ട് ചെയ്യാം. പിന്നെ ഇങ്ങനെ ചെയ്ത കുട്ടികളുണ്ട് കേട്ടോ. സർവീസ് മനോഭാവം ഉള്ളവരുണ്ടായിരുന്നു, അവര് ഗവൺമെന്റ് സ്കൂൾ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ബഡ് സ്കൂളുകളൊക്കെ പോയി വർക്ക് ചെയ്ത പിള്ളേരുണ്ട്. അങ്ങനെയും നോക്കാം. ദാറ്റ്സ് അപ് ടു യു. ബഡ് സ്കൂളിൽ നിന്ന് മനസ്സിലായില്ലേ, സ്പെഷ്യൽ കിഡ്സ് ഉള്ള സ്കൂള്. അത് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് വേറൊരു ഇതും കൂടി പഠിക്കേണ്ട ആവശ്യമില്ല, മോണ്ടിസോറി തന്നെ മതിയോ മിസ്സേ? ആക്ച്വലി മോണ്ടിസോറി മെത്തേഡിൽ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാകും. നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടൊരു തീരുമാനമുണ്ട്, അതും കൂടെ ചേർക്കാം. അല്ലെങ്കിൽ അതൊരു സെപ്പറേറ്റ് കോഴ്സ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ. ലേണിംഗ് സപ്പോർട്ട് ആണോ? ലേണിംഗ് അതെ, സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ടല്ലോ, അത് നമുക്കുണ്ടോ ഇവിടെ? നമുക്കിവിടെ ഇല്ല സാർ, അതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. എന്നോട് ഒരാൾ ചോദിച്ചായിരുന്നു. ഞാൻ ചേച്ചി സാറിന്റെ അടുത്ത് മോണ്ടിസോറി ചോദിച്ചിട്ട് കഴിഞ്ഞതാ? സാർ ഇല്ലാന്ന് പറഞ്ഞിരുന്നു. എന്നാ അങ്ങനെ ഒരു സജഷൻ, ഒരു ഇത് വന്നപ്പോ, ക്വറി വന്നപ്പോ സാറ് ചിന്തിച്ചതായിരിക്കും. നല്ലതാണ്. പക്ഷെ നമ്മൾക്ക് മനസ്സിലാവും കേട്ടോ, നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് അതിനുള്ള ഒരു മെത്തേഡോ റെമഡിയോ ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് മനസ്സിലാവും, കുറെയൊക്കെ മനസ്സിലാവും. നമ്മുടെ മെത്തേഡ് അങ്ങനെയാ. മറിയ മോണ്ടിസോറി ഫസ്റ്റ് ഈ മെത്തേഡ് അപ്ലൈ ചെയ്തത് തന്നെ സ്പെഷ്യൽ കുട്ടികളിലാണ്. ഓക്കെ മിസ്സേ. ഓക്കെ then bye. മെസ്സേജ് ചെയ്തു. Okay, thank you so much. Thank you, Miss. താങ്ക് യു മിസ്. താങ്ക് യു.